അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ പരീക്ഷകൾക്ക് എങ്ങനെ പഠിക്കണം, എങ്ങനെ ഇതിനു വേണ്ടി നമുക്ക് പ്രിപ്പയർഡ് ആവണം. പ്രത്യേകിച്ച് ഒരു ക്ലറിക്കൽ എക്സാമിന് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്, ചില ക്ലാസിക് ഫീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലർക്ക് പരീക്ഷയ്ക്ക് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ എങ്ങനെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രിപ്പയർഡ് ആവാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തിലുള്ളത്, എങ്ങനെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതൊരു ക്ലാസ് അല്ല, ഇതിപ്പം നമ്മുടെ SBI ക്ലർക്ക് അല്ലെ IBPS ക്ലർക്ക് ക്ലാസ് ഒക്കെ ജോയിൻ ചെയ്ത കുട്ടികൾ ആപ്പ് വഴി, നമ്മുടെ ആപ്പിലൂടെ ഇത് കാണുന്നവരുണ്ടായിരിക്കും, അതുപോലെ സൂമിൽ ഇത് കാണുന്നവരും ഉണ്ടായിരിക്കും. ഇപ്പം ആപ്പിലൂടെ കാണുന്നവർ ഇതൊരു ക്ലാസ് ആണെന്ന് കരുതി നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് നമ്മുടെ ആദ്യത്തെ സെഷനാണ്. നമ്മൾ എന്ത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപും ആദ്യം ആ പരീക്ഷ എന്താണെന്നും അല്ലെ ആ ഒരു എക്സാം എന്താണെന്നും അതിൻ്റെ സിലബസ് എന്താണെന്നും അതിൻ്റെ ഒരു പരീക്ഷാ രീതി എന്താണെന്നും എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒക്കെ ഒരു ആത്യന്തികമായിട്ട് ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പിന്നീടുള്ള നമ്മുടെ പ്രിപ്പറേഷൻ ജേർണി ശരിയാവുള്ളൂ. സോ ആദ്യം നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, പിന്നെ ആ പ്ലാനിനനുസരിച്ചുള്ള ആക്ഷൻ ഉണ്ടാവണം. ഇത് രണ്ടും ചേരുമ്പോഴാണ് നമ്മൾ ആ ഒരു റിസൾട്ടിലേക്ക് എത്തുക. അപ്പോൾ ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രണ്ട് പരീക്ഷകൾ, രണ്ട് നോട്ടിഫിക്കേഷൻ, നമ്മൾ ഇന്നിപ്പം ആദ്യം ഞാൻ IBPS ക്ലർക്ക് എക്സാം മാത്രം ഫോക്കസ് ചെയ്തായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോഴാണ് പിന്നീട് ഇന്ന് മുതൽ SBI ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ രണ്ട് പരീക്ഷകളെ നമുക്ക് ഒരുമിച്ച് കാണാം. രണ്ടും ഒരേ ഒരു പാറ്റേണിൽ വരുന്ന പരീക്ഷകളാണ്, ഒരേ രീതിയിലുള്ള രണ്ട് പരീക്ഷകളാണ്. അപ്പോൾ ഈ രണ്ട് പരീക്ഷകൾക്ക് നിങ്ങൾ ധൈര്യം, ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഈ രണ്ട് പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഡേറ്റ് ആണ്, ആപ്ലിക്കേഷൻ ഡേറ്റ് ആണ്. ഈ രണ്ട് പരീക്ഷകളും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിൻഡോ ഇപ്പോൾ ആക്റ്റീവാണ്. നിങ്ങൾക്ക് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം, രണ്ടിനും. അതിൽ IBPS ക്ലർക്കിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 21 SBI ക്ലർക്കിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്ന് വന്ന പരീക്ഷയുടെ, ഇന്ന് മുതൽ അപ്ലൈ ചെയ്യാവുന്ന പരീക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 26 അപ്പം ഈ അവസാനത്തേക്ക് വെക്കുന്ന ഒരു ശീലം പിള്ളേർക്കുണ്ട്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അവസാന ദിവസം 25 രാത്രി 11 മണിക്ക് ഇത് അപ്ലൈ ചെയ്യത്തുള്ളൂ. അന്നേരമായിരിക്കും സിഗ്നേച്ചർ കാണുന്നില്ല, ഫോട്ടോ കാണുന്നില്ല, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ കാണുന്നില്ല, ലൈവ് ഫോട്ടോ ശരിയാ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പിള്ളേർ നേരിടും ഈ അവസാന നിമിഷത്തേക്ക് വെച്ചാൽ. IBPS പരീക്ഷ ആയാലും SBI ആയാലും ഓൺലൈൻ എക്സാം ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് പോകരുത്. കാരണം നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. ഇവരെല്ലാവരും കൂടെ ഈ അവസാന ദിവസം എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നും പറഞ്ഞിരിക്കും. അവസാനം എന്താവും, ഇവർക്ക് ആർക്കും ഈ അവസാന നിമിഷത്തേക്ക് വെക്കുന്നവർക്ക് ഈ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് പൂർത്തിയാക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, നമ്മുടെ സെർവറിന് അത്രയും ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരികയും അവസാനം ആ ഒരു ആപ്ലിക്കേഷൻ ചിലപ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരികയൊക്കെ ചെയ്യാം, സെർവർ ജാം ആവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് കഴിവതും അവസാന ദിവസത്തേക്ക് വെക്കാതെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ് മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇന്നും നാളെ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരാഴ്ചയായിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങുക കേട്ടോ. അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യം പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഫീസാണ്. ഇനി എവിടെ നിന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? IBPS ക്ലർക്ക് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഈ പരീക്ഷകളെ പറ്റി ഒരു കാര്യം പറയണം. എന്താണ് ഈ IBPS? ആദ്യമായിട്ട് കേൾക്കുന്നവർ, ജീവിതത്തിൽ ആദ്യമായിട്ട് ബാങ്ക് എക്സാം എഴുതുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? ലൈഫിൽ ആദ്യമായിട്ട് IBPS എന്നൊക്കെ കേൾക്കുന്നവരോ അല്ലെങ്കിൽ ബാങ്ക് എക്സാം എഴുതുന്നവരോ ഉണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ബാങ്ക് പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ടോ? ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബാങ്ക് എക്സാം എന്ന് പറഞ്ഞാൽ ബാങ്കിലേക്കുള്ള ജോലി. പ്രധാനമായിട്ടും ഒരു ബാങ്കിലേക്കുള്ള 3 വാതിലുകളാണ്, നമുക്ക് പരീക്ഷ എഴുതി കയറാൻ പറ്റുന്ന 3 പോസ്റ്റുകളാണ് ഒരു ബാങ്കിലുള്ളത്. അതിൽ ആദ്യത്തേതാണ് ക്ലർക്ക് എന്ന് പറയുന്നത്. പണ്ടായിരുന്നു ക്ലർക്ക് എന്ന് പറയുന്നത്. IBPS ഇപ്പം CSA എന്നാണ് പറയുന്നത്, കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നാണ് ഒരു ക്ലർക്കിന് വിളിക്കുന്ന പുതിയ പേര്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. അപ്പം നമ്മൾ പറഞ്ഞു ബാങ്കിലേക്ക് കയറാനായിട്ട് 3 വാതിലുകളാണുള്ളത്. ഒന്നാണ് ക്ലറിക്കൽ കേഡർ അല്ലെങ്കിൽ ക്ലർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തുടങ്ങിയ പരീക്ഷകളൊക്കെ. അപ്പോൾ ഇതൊക്കെ ക്ലറിക്കൽ ലെവൽ എക്സാംസ് ആണ്. ഇനി രണ്ടാമത്തേതാണ് ഓഫീസർ തസ്തിക എന്ന് പറയുന്നത്. അതായത് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പ്രൊബേഷണറി ഓഫീസർ, IBPS PO,
SBI PO എന്നൊക്കെ, അതായത് ഓഫീസർ തസ്തികയിലേക്കുള്ള ജോലി. അതിനെയാണ് നമ്മൾ ഈ PO അല്ലെങ്കിൽ പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ, മാനേജ്മെന്റ് ട്രെയിനി എന്തെങ്കിലുമൊക്കെ പേരിട്ട് അവർ വിളിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കോമഡി, ഇത് രണ്ടിനും ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത എന്നുള്ളതാണ്. നിങ്ങൾ ബാങ്കിൽ ക്ലർക്ക് ആവാൻ നിങ്ങൾക്ക് +2 പഠിച്ചാൽ പോരാ, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. ബാങ്കിൽ ഓഫീസർ ആവണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ഡിഗ്രി വേണം. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ള 2 വാതിലുകൾ, ഇത് രണ്ടുമാണ്. ഏതൊക്കെയാണ്? ക്ലർക്ക് അല്ലെങ്കിൽ PO. ഇനി മൂന്നാമതൊരെണ്ണമുണ്ട്, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയും. സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, ബാങ്ക് SO എന്ന് പറയും, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. അതെന്താണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റത്തില്ല. ചില സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ വേണം. ഉദാഹരണത്തിന് ബാങ്കിന്റെ IT ഓഫീസർ എന്ന് പറയുമ്പോൾ അയാൾക്ക് കമ്പ്യൂട്ടറിനെ പറ്റി ഒരു ബോധം ഉണ്ടായിരിക്കണം. എന്ന് പറയുമ്പോൾ അയാൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആയിരിക്കണം, MCA കാരനായിരിക്കണം, പ്രത്യേക ചില എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ആയിരിക്കും. അങ്ങനെ കുറെ ക്രൈറ്റീരിയ അവർ വെക്കുന്നുണ്ട്. അവിടെ എല്ലാ ഡിഗ്രിക്കാർക്കും പറ്റത്തില്ല. നമ്മൾ ആദ്യം പറഞ്ഞ 2 എണ്ണം ഉണ്ടല്ലോ, എന്തൊക്കെയാ? ഓഫീസറും ക്ലർക്കും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിലും മതി. BA സംസ്കൃതമാണെങ്കിലും നിങ്ങൾക്ക് ബാങ്ക് ടെസ്റ്റ് എഴുതാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി മതി. അവിടെ നിങ്ങൾ മാത്സ് പഠിക്കണമെന്നോ സയൻസ് പഠിക്കണമെന്നോ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ പഠിക്കണമെന്നോ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ IT ഓഫീസർ, പിന്നെ അതുപോലെ ലീഗൽ ഓഫീസർ, LLB കാരനായിരിക്കണം, അഗ്രികൾച്ചർ ഓഫീസർ, HR മാർക്കറ്റിംഗ് ഓഫീസർ, അല്ലെ, രാജ്യഭാഷാ അധികാരി എന്നൊക്കെ പറയുന്നതാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. അതെല്ലാവർക്കും പറ്റത്തില്ല. അപ്പോൾ അതിൽ ഈ 3. ഇനി ഈ IBPS എന്ന് പറഞ്ഞ സാധനം എന്തുവാ? IBPS എന്ന് പറഞ്ഞാൽ എന്താണ് IBPS എന്ന് പറഞ്ഞാൽ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ് എന്നുള്ള അർത്ഥം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ. അപ്പം അവരെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ, അതായത് ഗവൺമെന്റിന്റെ RBIയുടെ ഒക്കെ കൺട്രോളിൽ വരുന്ന നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ പൊതുമേഖല ബാങ്കുകൾ 11 എണ്ണം ഉണ്ട്. 11 + 1 11 എണ്ണവും പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും, അങ്ങനെ ആകെ 12 എണ്ണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രത്യേകമായിട്ടാണ് പരീക്ഷ നടത്തുന്നത്, അതുകൊണ്ടാണ് അതിനെ നമ്മൾ മാറ്റി നിർത്തിയേക്കുന്നത്. IBPS എന്ന് പറഞ്ഞാൽ ബാക്കി 11 ബാങ്കുകൾ, നമ്മളുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഈ ബാങ്കുകളെല്ലാം ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന നമ്മളുടെ ബാക്കി 11 ബാങ്കുകൾ. ഈ 11 ബാങ്കുകൾക്കും വേണ്ടി പരീക്ഷ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IBPS എന്ന് പറയുന്നത്. അപ്പൊ IBPS ക്ലർക്ക് എന്ന് പറഞ്ഞാൽ ഈ 11 ബാങ്കിലേക്കുമുള്ള ക്ലർക്ക് എന്നാണ് അതിന്റെ അർത്ഥം. കോമൺ എക്സാം ആണ്. ഇവർ ഓരോരുത്തരും പ്രത്യേകം വിളിക്കത്തില്ല. ഇപ്പൊ ബാങ്ക് ഓഫ് ബറോഡയുടെ ക്ലർക്ക് പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ല. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ക്ലർക്ക് അങ്ങനെ ഒരു പരീക്ഷയില്ല. ഇവരെല്ലാരും കൂടെ ചേർന്ന് നടത്തുന്ന ഇവരെല്ലാരും കൂടെ ഞങ്ങൾക്ക് വേണ്ട ആളിനെ എടുത്തു തരാൻ ഏൽപ്പിച്ചേക്കുന്ന ആളാണ് ആര്? IBPS. അപ്പൊ IBPS ആണ് ആളിനെ എടുത്ത് ഈ ബാങ്കുകൾക്കെല്ലാം കൊടുക്കുക. ഇവരെല്ലാം അവർക്ക് എത്ര വേക്കൻസി ഉണ്ടെന്ന് IBPSൽ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ അത് വെച്ചിട്ടാണ് IBPS എല്ലാ വർഷവും ഇങ്ങനെ പരീക്ഷ നടത്തുന്നത്. അപ്പൊ IBPS ക്ലർക്ക് എന്ന് ഇനി എവിടെ കേട്ടാലും ആലോചിച്ചോണം, 11 ബാങ്കിലേക്കുള്ള ക്ലർക്ക്. SBI ഈ കൂട്ടത്തിൽ ചേരത്തില്ല. SBI പറയും ഞാൻ നിങ്ങളുടെ എല്ലാം വലിയേട്ടനാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം പരീക്ഷ നടത്തിക്കോളാം. അതാണ് ഇപ്പൊ നിങ്ങൾ എഴുതാൻ പോകുന്ന IBPS ക്ലർക്ക്. അപ്പൊ പറഞ്ഞു വന്നാൽ 2 1 തന്നെ. ഈ 2 പേർക്കും വേണ്ടി പരീക്ഷ നടത്തുന്ന ആരാന്ന് ചോദിച്ചാൽ IBPS തന്നെ. SBI ക്ലർക്ക് എന്ന് പേരേ ഉള്ളൂ, പരീക്ഷ നടത്തുന്ന ആരാണ്? IBPS എന്നാണ്. കാരണം ഇന്ത്യയിലെ ബാങ്കിങ് പരീക്ഷകളെല്ലാം നടത്താൻ അധികാരമുള്ളത് IBPSനാണ്. IBPSന് അതിനുള്ള അധികാരമുള്ളൂ. അത് ഏത് ബാങ്ക് എക്സാം ആണെങ്കിലും അത് നടത്താനുള്ള അധികാരം ആർക്കാവുള്ള? IBPSനാണ്. അപ്പൊ IBPS ക്ലർക്ക് എന്ന് പറഞ്ഞാലും SBI ക്ലർക്ക് എന്ന് പറഞ്ഞാലും നടത്തുന്ന ആര് തന്നെയാണ്? IBPS തന്നെയാണ്. അപ്പൊ അതാണ് ഈ IBPS എന്ന് കേട്ടാൽ ഇനി നിങ്ങൾ ഓർത്തോണം, ഈ ബാങ്കിങ് മേഖലയിലെ പരീക്ഷ നടത്താൻ അധികാരമുള്ള ഒരു ഓർഗനൈസേഷനാണ് ഏതെന്ന് പറയുന്നത് IBPS. അപ്പൊ അവര് നടത്തുന്ന ക്ലർക്ക്. ഇനി അവർ നടത്തുന്ന PO ഉണ്ട്, ഓഫീസർ പരീക്ഷയുണ്ട്. അതിനാണ് IBPS PO. ഇപ്പൊ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഡേറ്റ് ഒക്കെ കഴിഞ്ഞുപോയി. അതാണ് IBPS PO അല്ലേ? IBPS PO, SBI PO എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ IBPS SO ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. അപ്പൊ ഇത്രയും പരീക്ഷകളാണ്. ഇതാണ് പ്രധാനമായിട്ട്. അപ്പോൾ നമ്മൾ 3 വാതിലുകളാണ്: ഓഫീസർ, ക്ലർക്ക്, SO. അപ്പോൾ IBPS എന്താന്ന് പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു. ഇനി ആർക്കൊക്കെ ഈ പരീക്ഷ അപേക്ഷിക്കാം? അതിനു മുമ്പ് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ്? എത്ര രൂപയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്? എത്ര രൂപയാണ് അപേക്ഷാ ഫീസ്? ഓൺലൈൻ എക്സാം ഒക്കെ ആയതുകൊണ്ട് അപേക്ഷാ ഫീസ് മറ്റ് പരീക്ഷകളെ വെച്ച് നോക്കുമ്പോൾ, നിങ്ങൾ SSC ഒക്കെ ആണ് നിങ്ങൾ ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ളതെങ്കിൽ SSC ഒക്കെ 100 രൂപയൊക്കെ ഫീസ് മേടിക്കുന്നുള്ളൂ. സ്ത്രീകൾക്ക് ഫ്രീ ആണ്. പക്ഷേ IBPSലേക്ക് വരുമ്പോൾ IBPS ക്ലർക്ക് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് 850 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക്. അതിൽ SC ST, ഡിസേബിലിറ്റി, എക്സ് സർവീസ്മാൻ
അങ്ങനെയുള്ളവർക്ക് 175 SBI ക്ലർക്കിലേക്ക് വരും. IBPS ക്ലർക്കിന്റെ ഫീസാണ് പറഞ്ഞത് 850. SBI ക്ലർക്കിലേക്ക് വരുമ്പോൾ 750 രൂപയാണ് അവിടെ ഫീസ് വരുന്നത്. ഒരു 100 രൂപയുടെ വ്യത്യാസമുണ്ട്. അവിടെ SC ST ഡിസേബിലിറ്റി എക്സ് സർവീസ്മാൻ DXS എന്ന് എഴുതിയേക്കുന്നത് ഡിസേബിൾഡ് എക്സ് സർവീസ്മാൻ ആണ്. അവർക്കൊന്നും എന്തില്ല, ഫീസ് ഇല്ല. മറ്റിടത്ത് IBPS 175 മേടിക്കുന്നുണ്ടെങ്കിൽ SBI എന്ത് മേടിക്കുന്നില്ല, 750 മേടിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കുക SBI നല്ലതെന്നല്ല, SBIക്ക് എന്ത് സ്നേഹമാണ് നമ്മളോടൊന്നൊക്കെ. അതിൻ്റെ പുറകിലൊരു കാര്യമുണ്ട്. SBI പ്രത്യേകം പരീക്ഷ നടത്തുകയും ചെയ്യും. ഞങ്ങൾ പരീക്ഷ നടത്താൻ പോകുന്നതെന്നും പറഞ്ഞ് പത്രത്തിൽ പരസ്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ SBIക്ക് ഇത് ഒരു റവന്യൂ മാർഗവും കൂടാണ്. അവർക്ക് കുറേ പൈസ കിട്ടും. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ പ്രതീക്ഷയോടെ നോക്കുന്ന ഒരു എക്സാമാണ് ഏതെന്ന് പറയുന്നത് SBI ക്ലർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് പേര് IBPS ക്ലർക്കിനെക്കാട്ടിൽ കൂടുതലും പോപ്പുലാരിറ്റി ഉള്ള എക്സാമാണ് ഏതെന്ന് പറയുന്നത് SBI ക്ലർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം. ഇനി ഏജ് ലിമിറ്റ്. ഈ പരീക്ഷ ഇപ്പോൾ ഒരു 50 വയസ്സുള്ള ആളിന് എഴുതാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ ഒരു 40 വയസ്സുള്ള ആളിന് എഴുതാൻ പറ്റത്തില്ലല്ലോ, ഇല്ല. അപ്പോൾ ഈ ബാങ്ക് പരീക്ഷകളുടെ ഏജ് ലിമിറ്റ്, അത് IBPS ക്ലർക്ക് ആണെങ്കിലും SBI ക്ലർക്ക് ആണെങ്കിലും ജനറൽ കാറ്റഗറിക്ക് 28 വയസ്സ് വരെ എഴുതാം. 20 മുതൽ 28 വയസ്സ്, 15 വയസ്സുള്ള പയ്യന് എഴുതാൻ പറ്റത്തില്ല. 20 മുതൽ 28 വയസ്സ് വരെയുള്ള ആളിന് എന്തെഴുതാൻ പറ്റും, ഈ പരീക്ഷ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇപ്പോൾ ഒരു ബ്രാക്കറ്റിൽ ഒരു ഡേറ്റ് കൊടുത്തേക്കുന്നത് കണ്ടോ. ഇപ്പോൾ IBPS ക്ലർക്കാണ് 1/8/2025 28 വയസ്സ് തികയാൻ പാടില്ല, അല്ലെങ്കിൽ 28 മുകളിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ 20 തികഞ്ഞിരിക്കുകയും വേണം. അപ്പം 20നും 28നും ഇടയിലായിരിക്കണം 1/8/2025. ആ ഡേറ്റ് കണക്കാക്കിയാണ് അവർ ഏജ് കണക്കാക്കുന്നത്. ഇനി അപ്പം ജനറൽ കാറ്റഗറിക്കാണ് 20ഉം 28ഉം പറഞ്ഞിരിക്കുന്നത്. OBC കാറ്റഗറി ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം കൂടെ ഏജ് റിലാക്സേഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ 28 എന്നുള്ളത് 28 + 3 31 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ 2 പരീക്ഷകളും. ഇനി SC ST കാറ്റഗറി ആണ് നിങ്ങളെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ കിട്ടും. അതായത് 28 5 33 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഡിസേബിലിറ്റി ഉള്ളവർക്ക് 10 വർഷം കിട്ടും. ഇനി ആ ഡിസേബിലിറ്റിയിൽ തന്നെ പിന്നെ OBC SC ST അങ്ങനെ ഇത് പറയുന്നുണ്ട്. പിന്നെ എക്സ് സർവീസ്മാൻ, അത് നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. അവർക്ക് അവരുടെ സർവീസ് അനുസരിച്ചും ഒക്കെ ഏജ് റിലാക്സേഷനിൽ വ്യത്യാസം വരും. അപ്പോൾ ഇത് ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഏജ് ലിമിറ്റ്. അപ്പം ഏജ് കൊണ്ടും ഇനി അടുത്തത് നമ്മൾ നോക്കാനുള്ളത് നമ്മളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. അവിടെ ഇത്ര % മാർക്ക് വേണമെന്നോ, അല്ലെങ്കിൽ മാത്സ് പഠിച്ചിരിക്കണമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണമെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ BCom-കാരനായിരിക്കണമെന്നോ, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷനോ സ്കില്ലിൻ്റെയോ ഒന്നും ആവശ്യമില്ല. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇസ് ജസ്റ്റ് യു മസ്റ്റ് ബി എ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉള്ള ആളായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 1, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. 2, 20നും 28നും ഇടയിൽ പ്രായം ഉണ്ടായിരിക്കണം. പിന്നെ ഏജ് റിലാക്സേഷൻ അനുസരിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഏജ് 20നും 28നും ഇടയിൽ പ്രായമുള്ള ആളും ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തിൽ ഏജ് ലിമിറ്റിൻ്റെ കാര്യം, അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യവും പറയുന്നത്. ഇനി ഈ പരീക്ഷയ്ക്ക് ഇതിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരീക്ഷയുടെ ഒരു സ്വഭാവം, അല്ലെ എങ്ങനെയാണ് നമുക്ക് എങ്ങനെ ജോലിയിലേക്ക് പ്രവേശിക്കാം? ആദ്യം നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കണം. പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഒന്ന് IBPSൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടോ അല്ലെ SBIയുടെ വെബ്സൈറ്റിൽ പോയിട്ടോ നിങ്ങൾ ഈ 2 പരീക്ഷകൾ നിങ്ങൾ അപേക്ഷിച്ചു എന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങൾ ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ആദ്യത്തെ ഘട്ടമാണ് ഒരു പ്രിലിമിനറി എക്സാം. ഒരു 2014 വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഈ പ്രിലിമിനറി മെയിൻസും ഒന്നും ഇല്ലായിരുന്നു. ഒറ്റ പരീക്ഷ, ഒരു ഇൻ്റർവ്യൂ, അത്രയേ ഉള്ളൂ. 4 വിഷയങ്ങൾ, 200 മാർക്കിൻ്റെ ഒരു പരീക്ഷ, 50 മാർക്ക് വീതം 4 സെക്ഷൻ, അങ്ങനെ 200 മാർക്കിൻ്റെ ഒരു പരീക്ഷ, പിന്നെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ജോലി. ഇപ്പം ആ സിസ്റ്റം ഒക്കെ അവർ മാറ്റി. ഇപ്പം ആദ്യം ഒരു പ്രിലിമിനറി എക്സാം, പിന്നെ ഒരു മെയിൻ എക്സാം, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ. പക്ഷേ ക്ലർക്കിന് ഇൻ്റർവ്യൂ ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, POയും SOയും ഒക്കെ, പ്രൊബേഷണറി ഓഫീസറും സ്പെഷ്യലിസ്റ്റ് ഓഫീസറും ഒക്കെ, അവർക്ക് മാത്രമേ എന്തുള്ളൂ, ഇൻ്റർവ്യൂ ഉള്ളൂ. ഒരു ബാങ്ക് ക്ലർക്ക് ആവാൻ നിങ്ങളെ ആരും അവർക്ക് നിങ്ങളെ കാണുക പോലും വേണ്ട. നിങ്ങളെ കാണാതെ പോലുമാണ് നിങ്ങൾക്ക് ജോലി തരുന്നത്. ബാങ്ക് ക്ലർക്ക് ആവാൻ അവർക്ക് കാണണ്ട. നിങ്ങളെ കണ്ട് നിങ്ങളുടെ പേരോ നാളോ ഒന്നും അവർ ചോദിക്കാതെ നിങ്ങൾക്ക് ജോലി തരും. ഒരു ഇൻ്റർവ്യൂ ഇല്ല. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് അറിയണ്ടേ? ഡിഗ്രി ഉണ്ടോ,
ഉടായിപ്പാണോ എന്നൊക്കെ അറിയണ്ടേ. അതിനുവേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്, അല്ലാതെ ഇന്റർവ്യൂ ഒന്നുമില്ല. അപ്പോൾ 2 ഘട്ടങ്ങളേ ഉള്ളൂ, പ്രിലിമിനറി എക്സാമും മെയിൻസ് എക്സാം. അപ്പോൾ ഈ 2 സ്റ്റേജിലൂടെ നമ്മൾ കടന്നു. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. LPT എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. നിങ്ങൾ കേരളത്തിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ അതില്ല. നിങ്ങൾ കേരളമാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് LPT ഇല്ല. നിങ്ങൾ തമിഴ്നാടാണ് വെക്കുന്നതെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് തമിഴ്നാട്ടിലോട്ട് അപ്ലൈ ചെയ്യാം. അവിടെ നിങ്ങൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, ഏത് സ്റ്റേറ്റിലോട്ടാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. കാരണം ക്ലർക്ക് എന്ന് പറയുന്നത് കസ്റ്റമറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളാണ്, അല്ലേ? അയാൾ കസ്റ്റമർ വന്ന് അയാളോട് എന്തെങ്കിലും ചോദിച്ചാൽ അയാൾ പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ അയാൾ എന്തെങ്കിലും എഴുതിക്കൊണ്ടുവരും അവരുടെ ഭാഷയിൽ, അത് നിങ്ങൾ വായിക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. കേരളത്തിലാണ് നിങ്ങൾ മലയാളം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ തന്നെ മലയാളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ പഠിച്ച തെളിവുണ്ട്. അതിപ്പോൾ അതിനപ്പുറത്ത് പിന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ്, അല്ലേ? മലയാളം ഫസ്റ്റും സെക്കൻഡും ഒക്കെ നമ്മുടെ SSLC ബുക്കിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് LPT ഇല്ല. നിങ്ങൾ ഗോവയിലേക്ക് അപേക്ഷിക്കുന്നു, നിങ്ങൾ മുംബൈയിലേക്ക് അപേക്ഷിക്കുന്നു, അവിടുത്തെ ഏത് സ്റ്റേറ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫഷൻ, അതാണ് LPT, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊരു മൂന്നാമത്തെ സ്റ്റേജായിട്ട് ഇവിടെ ഉൾപ്പെടുത്താൻ. കാരണം നിങ്ങളുടെ ഹോം സ്റ്റേറ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആ സ്ഥാനത്തെ പറ്റി നിങ്ങൾ വറി ഇടാവേണ്ട ആവശ്യമില്ല, അതില്ല. അപ്പോൾ ഇതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രിലിമിനറി സംശയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അവസാനം ഞാനൊന്ന് പറഞ്ഞ് നിർത്തിക്കോട്ടെ. എന്നിട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ കേട്ടോ. അതൊന്നും ആരും വിഷമിക്കേണ്ട, അവസാനം വരെ എല്ലാവരും ഇരിക്കാം. നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ. ഓക്കെ, യെസ്. ചോദ്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം. ഇനി നമുക്ക് പ്രിലിമിനറി എക്സാമിലേക്ക് വരാം. ഞാനിവിടെ 2 ടേബിൾ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേത് IBPS ക്ലർക്കിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ പാറ്റേൺ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന SBI ക്ലർക്കിൻ്റെ എക്സാം പാറ്റേൺ ആണ്. അപ്പോൾ പ്രിലിമിനറി എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾ കണ്ടോ 3 പേപ്പറേ ഉള്ളൂ. സിലബസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും ലൈറ്റായിട്ടുള്ള സിലബസ് ഉള്ള എക്സാമാണ് ബാങ്ക് എക്സാംസ് എന്ന് പറയുന്നത്. സിലബസ് വളരെ ലൈറ്റാണ്, അതായത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 3 പേപ്പറേ ഉള്ളൂ ഇവിടെ. നിങ്ങളൊരു SSC എക്സാമിൻ്റെ ടയർ 1 SSC CGLൻ്റെയോ ഈവൻ SSC CHSLൻ്റെയോ അല്ലെങ്കിൽ പോട്ടെ 10ാം ക്ലാസ് അടിസ്ഥാനമാക്കിയുള്ള SSC MTSൻ്റെയോ സിലബസ് നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കണം, ജോഗ്രഫി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ബയോളജി പഠിക്കണം. ഹിസ്റ്ററി തന്നെ ഏൻഷ്യൻ്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, അങ്ങനെ പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ ബോട്ടണി, സുവോളജി, അങ്ങനെ നിങ്ങൾ ഒരു സ്കൂൾ ലൈഫിൽ പഠിച്ച മൊത്തം കാര്യങ്ങളും പഠിക്കണം. പക്ഷെ ഇവിടേക്ക് നോക്കിക്കേ, ഈ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ആകെപ്പാടുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി, റീസണിങ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്സ്, റീസണിങ് നമ്മുടെ റീസണിങ്. ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയല്ലേ, ഇതാ ഞാൻ പറഞ്ഞ ഈ 2 പരീക്ഷ ഒരുപോലെ. നിങ്ങൾ SBI ക്ലർക്കിൻ്റെ സിലബസ് നോക്കിക്കുക, താഴത്തെ നോക്കി സിലബസ് അല്ല, അതിൻ്റെ എക്സാം പാറ്റേൺ നോക്കിക്കുക. അവിടെ എന്തൊക്കെയാണ്? ഇംഗ്ലീഷ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, റീസണിങ് എബിലിറ്റി ഉണ്ട്. ഇനി ഇംഗ്ലീഷ് എത്ര ചോദ്യങ്ങളാണ്? 2 ഇംഗ്ലീഷ് 30 ചോദ്യങ്ങൾ, 30 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി 35 ചോദ്യങ്ങൾ, 35 മാർക്ക്. റീസണിങ് 35 ചോദ്യങ്ങൾ, 35 മാർക്ക്. അങ്ങനെ 30ഉം 35ഉം 30, 35, 70, 30, 100 ചോദ്യങ്ങൾ, 100 മാർക്ക്. ഓരോ സെക്ഷനും സെപ്പറേറ്റ് ടൈം ലിമിറ്റ് ആണ്. ഓരോ സെക്ഷനും, അതായത് നിങ്ങളിപ്പോൾ ആദ്യം നിങ്ങൾ ഓൺലൈൻ എക്സാം എഴുതാൻ പോകും, നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഇംഗ്ലീഷ് ആണെങ്കിൽ 20 മിനിറ്റ് ആകുമ്പോൾ അവിടുത്തെ ടൈം കഴിഞ്ഞു, അടുത്ത സെക്ഷനിലേക്ക് നിങ്ങൾ പോകും. അല്ലാതെ 1 സെക്കൻഡ് പോലും അവിടെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടത്തില്ല. പണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് 1 മണിക്കൂർ തരുമായിരുന്നു, സെപ്പറേറ്റ് ടൈം സെക്ഷൻ ഇല്ലായിരുന്നു. 1 മണിക്കൂർ കൊണ്ട് ഇത് മൊത്തം നമ്മൾ എഴുതണമായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള സമയം, നമുക്ക് മൊത്തം സമയവും മാത്സ് മാത്രമേ ഇരുന്ന് എഴുതായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും പറ്റത്തില്ല. ഓരോ സെക്ഷനും 20 മിനിറ്റ് വീതമുണ്ട്. ആ 20 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റില്ല, ആ സെക്ഷൻ ലോക്ക് ആവും, അവിടെ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി ഏതിലേക്ക് പോകും? QAയിലേക്ക് പോകും, ന്യൂമറിക്കൽ എബിലിറ്റിയിലേക്ക് പോകും. അവിടെ 20 മിനിറ്റ്, അത് കഴിയുമ്പോൾ അത് വീണ്ടും ലോക്ക് ആവും, വീണ്ടും അടുത്ത സെക്ഷൻ ഓപ്പൺ ആവും. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് ഈ 100 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതണം. സോ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞു. ഇതുപോലെ 2നും സെയിം ആണ്. പ്രിലിംസ് 2ഉം ഒരേപോലെ, 2നും ഒരേ പാറ്റേൺ ആണ്. SBI ക്ലർക്ക് ആണെങ്കിലും IBPS ക്ലർക്ക് ആണെങ്കിലും. അപ്പോൾ ഇതാണ് പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തിൽ ഈ ഓരോ പേപ്പറിനകത്തിലും എന്തൊക്കെ പഠിക്കണം, മാത്സിനകത്ത് എന്തൊക്കെ പഠിക്കണം, റീസണിങ്ങിനകത്തിൽ എന്തൊക്കെ പഠിക്കണം, ഇംഗ്ലീഷിനകത്തിൽ എന്തൊക്കെ പഠിക്കണം, അതൊക്കെ ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് മെയിൻസ് എക്സാം. മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ ചോദ്യങ്ങളുടെ എണ്ണത്തിലും ഓരോ സെക്ഷനിലും കൊടുത്തിരിക്കുന്ന ടൈമിലും ഒക്കെ ചില മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടന്റ് സെയിം തന്നെയാണ്. ഇപ്പം നിങ്ങൾ മുകളിൽ കാണിച്ചിരിക്കുന്നത് IBPS ക്ലർക്കിൻ്റെ ആണ്. അവിടെ നമ്മൾ പ്രിലിംസിൽ കണ്ട 3 പേപ്പർ ഉണ്ടല്ലോ. എന്തൊക്കെയാ? മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്. ഇത് 3ഉം അവിടെ ഉണ്ട് അല്ലേ? ജനറൽ ഇംഗ്ലീഷ് ഉണ്ട്, റീസണിങ് എബിലിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ന്യൂമറിക്കൽ എബിലിറ്റിയും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും എല്ലാം ഒന്ന് തന്നെ, എല്ലാം മാത്സ് തന്നെയാണ്. ചെറിയ 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 ചില വ്യത്യാസങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇത് 3ഉം അവിടെ ഉണ്ട്. എന്തൊക്കെ? മാത്സ്, റീസണിങ്, ഇംഗ്ലീഷും ഉണ്ട്. പിന്നെ എക്സ്ട്രാ വന്നേക്കുന്ന ഒരു സാധനം എന്തുവാ? ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ്. അവിടെ പ്രത്യേകം ബാങ്ക് എക്സാംസിൽ പ്രത്യേകം അടിവരയിട്ട് നിങ്ങൾ പഠിച്ചോണം, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോണം. വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി. അതായത് ഫിനാൻസ്, ബാങ്കിങ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്ലസ് കറണ്ട് അഫയേഴ്സ് അത്രയും പഠിച്ചാൽ മതി. അല്ലാതെ വീണ്ടും നിങ്ങൾ അതിനകത്തിലേക്ക് തുറന്ന് പോകേണ്ട ആവശ്യമില്ല. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. പിന്നെ പുട്ടിന് പീരിയഡ് പോലെ വല്ലപ്പോഴും ഒരു സ്റ്റാറ്റിക് GK ചോദ്യം ചിലപ്പോൾ ചോദിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ചോദിക്കത്തില്ല. 99.9% ചോദ്യങ്ങളും കറണ്ട് അഫയേഴ്സ് ആൻഡ് ബാങ്കിങ് റിലേറ്റഡ് ചോദ്യങ്ങളായിരിക്കും. സോ വലിയൊരു ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു റിലീഫ് കിട്ടി. നിങ്ങൾ കുത്തിയിരുന്ന് GK അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ ഫോക്കസ്ഡ് ആയാൽ മതി. നിങ്ങൾ ഫോക്കസ്ഡ് ആയാൽ മതി. അപ്പോൾ ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ട് പോയാൽ മതി. ഒരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നന്നായിട്ട് നോക്കിക്കൊള്ളുക. അതെങ്ങനെ അത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ ഇതിൻ്റെ അവസാനം പറയാം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ടൈമിൽ ഈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലും മാർക്കിലും ഒക്കെ വ്യത്യാസം. ഇവിടെ നോക്കിക്കുക 40 മുകളിലത്തെ ടേബിളിലേക്ക് നിങ്ങൾ നോക്കുക. IBPSന്റെ ഷെഡ്യൂളിൽ അതിൻ്റെ മെയിൻസ് എക്സാം പാറ്റേണിലേക്ക് നോക്കുക. 40 ചോദ്യങ്ങളുണ്ടെങ്കിലും മാർക്ക് 50 ആണ്, വെയിറ്റേജ് കൂടുതലാണ് അല്ലേ? അതുപോലെ ജനറൽ ഇംഗ്ലീഷ് ഓരോന്നിൻ്റെ മാർക്കും ഇത് നോക്കുക. ടൈമിലൊക്കെ വ്യത്യാസമേ ഉള്ളൂ. മറ്റേത് 2 മണിക്കൂറാണ്, ഇത് 2 മണിക്കൂർ 40 മിനിറ്റ് എന്നുള്ള ആയതുള്ളൂ. അപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലാണ് എന്നൊക്കെ ഉള്ളൂ. മറ്റടുത്ത് 155 ചോദ്യങ്ങളാണ് IBPS ക്ലർക്കിനെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ അത് 190 ചോദ്യങ്ങളാകും. അതനുസരിച്ച് അവിടെ സമയം അവർ കൂട്ടിയിട്ടുമുണ്ട്. മറ്റേത് 120 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ, ഇവിടെ 2 മണിക്കൂർ 40 മിനിറ്റുമാണ്. അപ്പോൾ അവിടെയും സെപ്പറേറ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻസ് എക്സാമിൻ്റെ പാറ്റേൺ. അപ്പോൾ രണ്ടും ഒരേ പാറ്റേൺ ആണ്, അല്ലെ? ഒരേ സാധനങ്ങൾ, ഒരേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. അപ്പോൾ ഈ 2 പരീക്ഷകളും നമുക്ക് ഒരേപോലെ. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ഒന്നും വരുന്നില്ല. നിങ്ങൾ PO ലെവൽ എക്സാംസിനൊക്കെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് വരുന്നുള്ളൂ. നമ്മൾ എന്തിനെങ്കിലും പറ്റി ടൈപ്പ് ചെയ്യണം, ആർട്ടിക്കിൾ എന്തെങ്കിലുമൊക്കെ, ലെറ്റർ റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ്, അതൊക്കെ ചോദിക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ 2 പരീക്ഷകളും, 2ഉം ഓൺലൈൻ എക്സാം ആയിരിക്കും. ഈ 2 പരീക്ഷകൾ മാത്രമേ നമുക്കിവിടെ വരുന്നുള്ളൂ. ഇനി അടുത്താണ് ഇപ്പം പാറ്റേൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്ന് മനസ്സിലായി. ഇനി അതിനുള്ളിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കണം അല്ലേ? പ്രധാനപ്പെട്ട കാര്യങ്ങൾ 4 കാര്യങ്ങളെ നമുക്കുള്ളൂ. എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. അപ്പോൾ ഇത് ഓരോന്നിനകത്തിലും ഇനി എന്തൊക്കെ പഠിക്കണം? QA എല്ലാവരുടെയും ആദ്യത്തെ കൺസേൺ എന്ന് പറയുന്നത് മാത്സ് തന്നെയാണ് അല്ലേ? നിങ്ങളൊരു ബാങ്ക് എക്സാമിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് കണക്കാണ്. പലരും മടിക്കുന്നതിൻ്റെ ഒരു കാരണവും, ഇതിനകത്തിലേക്ക് വരാൻ മടിക്കുന്നതിൻ്റെ ഒരു കാരണവും കണക്കിനെ പേടിച്ചിട്ടാണ്. ബാങ്ക് പരീക്ഷകൾ, ഈ SSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കും, മക്കളെ നിങ്ങൾ ബാങ്ക് എക്സാം നോക്കുന്നില്ലേ, അല്ലെ ബാങ്ക് എക്സാമിന് നിങ്ങൾക്ക് താല്പര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, സാർ ബാങ്ക് എക്സാമിന് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ ഞാൻ കണക്കിനൊന്നും അത്ര ഇതല്ല, അതുകൊണ്ട് എനിക്ക് SSC മതി. അപ്പോൾ ഇവരുടെ വിചാരം SSCയിൽ മാത്സ് ഇല്ലെന്നാണ്. SSCയിലുള്ള അത്രയും മാത്സ് എവിടെ ഇല്ല, ബാങ്കിലില്ല. നിങ്ങൾ SSCയുടെ സിലബസ് എടുത്ത് നോക്കുവാണെങ്കിൽ +2 ലെവൽ മാത്സ് ഒക്കെ അതിലുണ്ട്. നിങ്ങൾ CGL-ഓ CHS-ഓ എന്തും എടുത്ത് നോക്കിക്കോളൂ. അവിടെ നിങ്ങൾക്ക് ആൾജിബ്ര, ജോമെട്രി, ട്രിഗ്നോമെട്രി, സർക്കിൾസ്, പോളിനോമിയൽസ്, ഈ കാര്യങ്ങളെല്ലാം, കോർഡിനേറ്റ് ജോമെട്രി, പിന്നെ മെൻസുറേഷൻ, ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ട്. പക്ഷേ ഒരു ബാങ്ക് എക്സാമിൻ്റെ സിലബസിലേക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം അത് വളരെ ലൈറ്റാണ്. 10ാം ക്ലാസ്സിന് അപ്പുറത്തോട്ടുള്ള സാധനമൊന്നും അവിടെ ഇല്ല. നിങ്ങൾ ഈ നോക്ക്, നിങ്ങൾ ഇതെല്ലാം 10ാം ക്ലാസ്സിനകത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്,
പ്രോബബിലിറ്റി, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ, അല്ലേ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു 10ാം ക്ലാസ്സിനകത്ത് പഠിക്കുന്ന ഒരു 10ാം ക്ലാസ്സുകാരൻ്റെ അത്രയും മാത്തമാറ്റിക്കൽ സ്കില്ല് മതി നിങ്ങൾക്ക്. അതിനപ്പുറത്തോട്ടുള്ള ഒന്നും ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് ഇവിടുത്തെ. ഇനി മാത്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഇതൊരു ക്ലറിക്കൽ എക്സാം ആവുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇതിനേക്കാൾ എല്ലാം മുകളിൽ നിൽക്കേണ്ട ഒരു സാധനമുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം നിങ്ങൾ എക്സ്പേർട്ട് ആണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ബാങ്കിൽ ജോലി കിട്ടണമെന്നില്ല. നിങ്ങൾ ഇതിലെല്ലാം എക്സ്പേർട്ട് ആയിരിക്കും. പക്ഷേ ഇതിനേക്കാൾ എല്ലാം മുകളിൽ നിൽക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്ര ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നുമില്ല, കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഉള്ള സ്പീഡ്, അത്രേ ഉള്ളൂ. കൂട്ടാൻ എല്ലാവർക്കും അറിയാം, കുറയ്ക്കാൻ എല്ലാവർക്കും അറിയാം, ഗുണിക്കാൻ എല്ലാവർക്കും അറിയാം, ഹരിക്കാൻ എല്ലാവർക്കും അറിയാം. ഇത് എത്ര ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിലാണ്. അപ്പോൾ അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് റെഗുലർ പ്രാക്ടീസ് എന്നല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ, എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എഴുതുന്നോ, എത്രത്തോളം എക്സാംസ് നമ്മൾ എഴുതുന്നോ, എത്രത്തോളം ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നു, അത്രയും എക്സ്പീരിയൻസ് നമുക്ക് കൂടും. അതിനനുസരിച്ച് നമ്മളുടെ സ്പീഡും കൂടും. അപ്പോൾ മാത്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലറിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ എപ്പോഴും അത് സ്പീഡ് ടെസ്റ്റ് ആയിരിക്കും. കാരണം ഒന്നും പഠിക്കാതെ പോയി എഴുതുന്നവനും കുറേയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവൻ വിചാരിക്കാം ഞാൻ കുറേയൊക്കെ ചെയ്തിട്ടാണ് വന്ന് എനിക്ക് ജോലി കിട്ടുന്നല്ല. അത് എക്സാമിൻ്റെ ഒരു രീതിയാണ്. ക്ലറിക്കൽ എക്സാംസ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പീഡ് ടെസ്റ്റ് ആയിരിക്കും. കട്ട് ഓഫ് എപ്പോഴും അതിന് കൂടുതലും ആയിരിക്കും. ഒരു PO എക്സാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു PO എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ക്ലറിക്കൽ എക്സാമിന് ചോദ്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. മീൻസ് അതൊരു സ്പീഡ് ടെസ്റ്റ് ആണ്. അവിടെ നിങ്ങളുടെ ക്ലറിക്കൽ എബിലിറ്റി, നിങ്ങളുടെ ആക്യുറസിയാണ്, നിങ്ങളുടെ സ്പീഡ് ആൻഡ് നിങ്ങളുടെ ആക്യുറസിയാണ് അവർ ചെക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് ഓർത്തോണം, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ചോണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ കാര്യങ്ങളെല്ലാം അരച്ച് കലക്കി കുടിക്കുന്നതിലല്ല കാര്യം. ഇതിനകത്തിൽ സിംപ്ലിഫിക്കേഷൻ എന്നൊരു ഇതുണ്ട്, ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു, ഉണ്ടോ ഇല്ല, സിംപ്ലിഫിക്കേഷൻ എന്നൊരു സാധനം ചിലപ്പോൾ 10-15 ചോദ്യങ്ങൾ ചിലപ്പോൾ അതിലൊന്നുണ്ടാവും. ജസ്റ്റ് ഒന്നുമില്ല, കൂട്ടാനും കുറയ്ക്കാനും. നിങ്ങൾ ക്ലാസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെ ഇത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിംപ്ലിഫിക്കേഷൻ, അതായത് നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിയുന്നതിന് എത്രത്തോളം വലിയ റോൾ ഉണ്ടെന്ന് നമുക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ അതാണ് QA എന്ന് പറയുന്നത്, നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും സാധനങ്ങൾ ഇവിടുത്തെ പ്രിലിംസ് മെയിൻസ് എല്ലാത്തിൻ്റെയും കൂടെ ഇത്രയും കാണുന്നത്. ഇതിനകത്തിൽ ഇപ്പം നിങ്ങൾ വലിയ ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒന്നും അതിൽ നിന്നൊക്കെ ചിലപ്പോൾ എങ്ങാനും ഒരു ചോദ്യം ചോദിച്ചാലേ ഉള്ളൂ. പ്രോബബിലിറ്റി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സ്കൂളിൽ ചെയ്യുന്ന പോലെ -b ± √(b²-4ac / 2a) ഒന്നുമല്ല. നിങ്ങൾക്ക് കണ്ടോണ്ട് ഉത്തരം എഴുതാൻ പറ്റും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ. നമ്മൾ സ്കൂളിൽ പഠിച്ച രീതിയല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചില സൈൻ നോക്കി നമുക്ക് ചിലത് പറയാൻ പറ്റും, ഇതിൻ്റെ ആൻസർ ഇതാണെന്നൊക്കെ ഉള്ളു. അതൊക്കെ വിട്, അതൊക്കെ നിങ്ങൾ എനിക്ക് വിട്, അത് പോട്ടെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ. അപ്പോൾ 10ാം ക്ലാസ്സിന് അപ്പുറത്തുള്ള എല്ലാം മറന്നു കളഞ്ഞേക്കും ധൈര്യമായിട്ട്. അല്ല, ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, കാൽക്കുലസ്, കുന്തം കുറച്ചൊക്കെ എല്ലാം മറന്നു കളയാം. ഒന്നും നിങ്ങൾക്ക് വേണ്ട, നിങ്ങളൊരു 10ാം ക്ലാസ്സുകാരൻ്റെ ലെവലിൽ നിന്ന് ചിന്തിച്ചാൽ മതി. കാരണം എന്താണെന്നറിയോ, ഇന്ത്യയിലെ ഏത് ഡിഗ്രിക്കാരനും ബാങ്കിൽ ജോലി കിട്ടണമെന്നാണല്ലോ IBPS പറഞ്ഞേക്കുന്നത്. ഇവർ ഏത് ഡിഗ്രിക്കാരനും ബാങ്ക് പരീക്ഷ എഴുതാം. അപ്പോൾ അതുപോലുള്ള ചോദ്യങ്ങളായിരിക്കണം. എല്ലാ ഡിഗ്രിക്കാരനും 10ാം ക്ലാസ് വരെ കണക്ക് പഠിക്കുന്നുള്ളൂ. ഇപ്പം BA മലയാളം എടുത്ത് പഠിക്കാൻ പോകുന്ന ഒരാൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ അയാൾ പഠിക്കുന്നില്ല. അപ്പോൾ അയാൾ +1 +2 അയാൾ വേറെ സ്ട്രീം ആയിരിക്കും, കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ വേറെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ അയാൾ ഇഷ്ടമുള്ള സയൻസ് എടുത്തു എന്ന് വിചാരിക്കുക. പക്ഷേ എല്ലാ ഡിഗ്രിക്കാരനും 10ാം ക്ലാസ് വരെ കണക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിനകത്തുള്ള കാര്യങ്ങളെ ചോദിക്കാവൂ, സിമ്പിൾ ലോജിക്. അപ്പോൾ അതിനപ്പുറത്തോട്ടുള്ള ഒന്നും ചോദിക്കില്ല കേട്ടോ. പിന്നെ റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ലോജിക്കും എല്ലാം കൂടെ ചേർന്ന് വരുന്ന സാധനത്തിനെ നമ്മൾ റീസണിങ് എന്ന് പറയുന്നത്. നമ്മുടെ മാത്തമാറ്റിക്കൽ സ്കില്ലല്ല. അവിടെ നിങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ഹരിക്കുകയോ ഒന്നും വേണ്ട. ഫോർ എക്സാമ്പിൾ ആൽഫ ന്യൂമറിക് സീരീസ്, കുറേ നമ്പറും കുറേ ലെറ്റേഴ്സും കുറേ സിമ്പിൾസും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഒരു ലൈൻ, ഒരു വരിയിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് വലത്തു നിന്ന് 4ാമത് നിൽക്കുന്നതിൻ്റെ ഇടത്തു നിന്ന് 3ാമത് നിൽക്കുന്നത് എത്ര ആണെന്ന്. അപ്പോൾ അത് എണ്ണി നോക്കി കണ്ടുപിടിക്കുക. ആൽഫബറ്റിക് സീരീസ്, ഇപ്പോൾ ഒരു പ്രത്യേക പാറ്റേണിൽ ഒരു സീരീസ് പോകുന്നു, അടുത്തത് ഏത് വരും? ഓർഡർ ആൻഡ് റാങ്കിങ് അല്ലേ? കുറേ സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. ഡേറ്റ സഫിഷ്യൻസി, ഒരു ചോദ്യത്തിന് 2-3 സ്റ്റേറ്റ്മെൻറ്റുകൾ തരും, അതിൽ ഏതൊക്കെ ഉപയോഗിച്ചാൽ ഉത്തരം കിട്ടും. സോ ഇതൊക്കെ നമ്മുടെ മാത്തമാറ്റിക്കൽ സ്കില്ലല്ല, നമ്മുടെ കോമൺ സെൻസ്, നമ്മുടെ ലോജിക്ക്. നമ്മളൊന്ന് ചിന്തിച്ചാൽ
നമ്മുടെ മെന്റൽ എബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ സാധനം. ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ്, നമ്മൾ വലത്തോട്ട് പോയി, ഇടത്തോട്ട് പോയി, തെക്കോട്ട് പോയി, പടിഞ്ഞാട്ട് പോയി, തിരിഞ്ഞൊന്ന് കറങ്ങി ഇപ്പോൾ എവിടെ നിൽക്കുന്നത് എന്നുള്ള ചോദ്യം അല്ലേ, ബ്ലഡ് റിലേഷൻ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് എവിടെ വരിക, റീസണിങ്ങിൽ വരിക. അതേപോലെ പിന്നെ അടുത്തതാണ് ഇംഗ്ലീഷ്. ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തെറ്റാണ്, ശരിക്കും പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നതും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ആ ഭാഷ, ആ ഭാഷയുടെ ഗ്രാമർ, അതിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം അല്ലേ, അതിലെ സാഹിത്യം, ഇതൊക്കെ വരും ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അല്ലേ. ലിറ്ററേച്ചർ അല്ലേ, അതിൽ സാഹിത്യം ഒക്കെ, ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങളോട് ഷേക്സ്പിയറിൻ്റെയോ ഒഥല്ലോയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും, സാഹിത്യം ഒന്നും ചോദിക്കില്ല. ആകെ അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മാത്രമാണ്. അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഭാഷ അറിയാമോ, ഇംഗ്ലീഷ് എന്ന ഭാഷ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നേ നോക്കുന്നുള്ളൂ. അവിടെ ഗ്രാമർ ഒന്നും ആരും നിങ്ങളോട് ചെക്ക് ചെയ്യുന്നില്ല. ഒരു സെന്റൻസിന്റെ ഏത് ഭാഗത്താണ് എറർ, അതിനെന്തിനാണ് ഗ്രാമർ പഠിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ഭാഷ സംസാരിക്കാൻ, നിങ്ങൾക്ക് മലയാളത്തിൽ ഒരു സെന്റൻസിന്റെ ഏത് ഭാഗത്താണ് തെറ്റെന്ന് അറിയുന്നത് ആ ഭാഷ മൊത്തം, അതിലെ എല്ലാ ഗ്രാമറും പഠിച്ചിട്ടാണോ നിങ്ങൾ? നിങ്ങൾക്ക് പേരച്ചമോ വിനയച്ചമോ കർത്തരി പ്രയോഗമോ കർമ്മണി പ്രയോഗമോ വല്ലതും അറിയാവോ? നമുക്ക് എന്തറിയാം, എന്ത് കുന്തം അറിയാം നമുക്ക് മലയാളം ഗ്രാമർ? ഒന്നും അറിയത്തില്ല. നമുക്ക് എന്ത് മലയാളം ഗ്രാമർ അറിയാം? എന്നിട്ട് നമ്മൾ മലയാളം നല്ല പച്ചവെള്ളം പോലെ സംസാരിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് അവർ മദർ ടങ്, നമ്മുടെ മാതൃഭാഷയാണ്. നമ്മൾ അറിയാതെ പോലും ഒരു തെറ്റായ സെന്റൻസ് പറയത്തില്ല അല്ലേ. ഇന്ന് അവിടെ പോകും എന്ന് നമ്മൾ പറയും, പക്ഷേ ഞാൻ നാളെ അവളെ കണ്ടു എന്ന് പറയുമോ? ഇല്ലല്ലോ. നാളെ കാണും എന്നല്ലേ പറയുള്ളൂ. നാളെ ഉള്ള കാര്യം എനിക്ക് ഉറപ്പല്ല, അപ്പോൾ ഉറപ്പല്ലാത്തൊരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയത്തില്ല. നാളെ കാണും അല്ലെ, നാളെ കാണുമ്പോൾ പറയാം അല്ലെ, പറയും അല്ലെ. നാളെ കണ്ടു എന്ന് പറയത്തില്ലല്ലോ, നാളെ കാണും എന്നല്ലേ പറയുള്ളൂ. സോ എന്താണ് ഇതിലെ ഗ്രാമറിന്റെ മിസ്റ്റേക്ക്? അങ്ങനെ നമ്മൾ പറയത്തില്ല എന്നുള്ള ബോധം നമുക്ക് മതി. ആ ബോധം ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഭാഷ പഠിച്ചാൽ മതി, സംസാരിക്കാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. അതെങ്ങനെയാ പഠിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പോൾ അവിടെ എന്തൊക്കെയാ ചോദിക്കുന്നത്? ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, മൾട്ടിപ്പിൾ മീനിങ്, എറർ സ്പോട്ടിങ്. ഞാൻ പറഞ്ഞു, ഒരു സെന്റൻസിനെ 5 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഏത് ഭാഗത്താണ് എറർ ഉള്ളത് എന്ന് ചോദിക്കാം. റീഡിങ് കോംപ്രിഹെൻഷൻ, ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ക്ലോസ് ടെസ്റ്റ്, ഒരു പാരഗ്രാഫിൽ ഒരു 8-10 വാക്കുകൾ അല്ലെങ്കിൽ ഒരു 5 വാക്കുകൾ മിസ്സായിരിക്കും, അതിൽ ഏതൊക്കെയാണ് ആ വാക്കുകൾ നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. ഇതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. ഇംഗ്ലീഷിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും ഒക്കെ ഞാൻ പറയാം. അടുത്തൊരു ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് എന്ന ഒറ്റ വാക്കിൽ പറയാം. അതിൽ വരുന്നതാണ് നാഷണൽ, ഇന്റർനാഷണൽ അവാർഡ്സ് ആൻഡ് ഓണേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ന്യൂസസ്, എക്കണോമിക് ന്യൂസ്, ബാങ്കിങ് ന്യൂസ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്. ഹിസ്റ്ററി ഒന്നും ഇല്ല കേട്ടോ, ഹിസ്റ്ററി അത് അവിടെ ഹിസ്റ്ററി ഒന്നും നിങ്ങൾ നോക്കണ്ട. സ്പോർട്സ് ടെർമിനോളജി, ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ്, അതൊക്കെ സ്റ്റാറ്റിക് GKയിൽ വരുന്നതാണ്. ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റൽസ്, പിന്നെ കൺട്രീസ് ആൻഡ് കറൻസീസ്, അതൊക്കെ. അല്ലാതെ ഇതിൽ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റാറ്റിക് GK എന്നൊരു വിഷയം പറയുന്നുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം ചിലപ്പോൾ ചോദിക്കുക ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നാഷണൽ പാർക്കിനെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്ഥലം, ഇപ്പം പുതിയൊരു പാലം വന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാറ്റിക് GK റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. അത് നിർബന്ധമില്ല. അങ്ങനെ സ്റ്റാറ്റിക് GK ഒരു ചോദ്യം പോലും ചോദിക്കാത്ത പരീക്ഷകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സിലബസുകൾ. എന്തൊക്കെയാണ്? മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിക്കേണ്ട സിലബസ്. അപ്പോൾ ഇപ്പോൾ പരീക്ഷ എന്താണെന്നും എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ സിലബസ് എന്നും എക്സാം പാറ്റേൺ എന്താണെന്നും ഒക്കെ നമ്മൾ എന്താക്കി മനസ്സിലാക്കി. ഇനി നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ കോഴ്സ്. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ കോഴ്സിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. എങ്ങനെ പഠിക്കണം? സ്റ്റഡി പ്ലാൻ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ടൈമാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ചെയ്യുക. എന്തായാലും നിങ്ങൾ തീരുമാനിച്ചല്ലോ, സീരിയസ് ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളെങ്കിൽ, ഞാൻ ഈ പറയുന്ന ഈ പരീക്ഷയ്ക്ക് ഒരു ജോലി കിട്ടണം, അല്ലെ ബാങ്കിൽ ഒരു ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം തീവ്രമാണെങ്കിൽ, അല്ലെ നിങ്ങളുടെ ഉറച്ച തീരുമാനമാണെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പോവുക. എന്നിട്ട് ഒരു ടൈമർ ഒന്ന് സെർച്ച് ചെയ്യുക. ടൈമർ 200 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ടൈമർ, നമ്മുടെ സ്റ്റോപ്പ് വാച്ചില്ലേ, അല്ലെങ്കിൽ അതുപോലെ ടൈമർ. അപ്പോൾ സാർ ഫോണിലുണ്ടല്ലോ,
ഈ ഒരു സാധനം ഉണ്ടല്ലോ, നിങ്ങളുടെ ഫോണ്, നിങ്ങൾ പഠിക്കുന്നതിൻ്റെ 7 അയലത്ത് ഈ സാധനം കൊണ്ട് വെക്കരുത്. ഡിസ്ട്രാക്ഷനാണ് ഇത്. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ കൈ എത്തുന്ന ദൂരത്ത് ഇത് വെക്കരുത്. ഈ സാധനം മാറ്റി വെച്ചേക്കണം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ടൈമർ, ഇറ്റ്സ് ലൈക്ക് എ കാൽക്കുലേറ്റർ. ഇതാ ഇതുപോലെയൊക്കെ ഇരിക്കും. ഒരു കാൽക്കുലേറ്റർ പോലെ ഇരിക്കുന്ന ഒരു ചെറിയ ഡിവൈസാണ്. ഒരു AA സൈസ് ബാറ്ററി ഒക്കെ ഇട്ട് പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞൻ ഡിവൈസാണ്. അതിൽ നിങ്ങൾക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൈമർ എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോ ചോദ്യം, നിങ്ങളിപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് പഠിക്കുന്നു. അപ്പോൾ അതിന് ഈ ഒരു ടൈമർ ഓൺ ആക്കി വെച്ച് ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ എത്ര ടൈം എടുക്കുന്നു, അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഓരോ ഡേ ബൈ ഡേ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ഒരു ടൈമർ നിങ്ങൾ ഉപയോഗിക്കണം. എപ്പോൾ വർക്ക് ചെയ്യാനിരുന്നാലും ടൈമർ വെച്ചേ ചെയ്യാവും. എത്ര സെക്കൻഡ് കൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചെയ്യും. ബിക്കോസ് ഈ ടൈം എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വലിയ മിടുക്കൊന്നുമല്ല. എല്ലാ ചോദ്യങ്ങളും സമയം തന്നാൽ നമ്മൾ ചെയ്യും. ബിക്കോസ് നമുക്ക് അത്രക്കൊക്കെ ഉള്ള ചോദ്യങ്ങളെ ഇവന്മാർ ചോദിക്കത്തുള്ളൂ. കുറേ സമയം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇരുന്ന് ചെയ്യും, അല്ലേ? ഇപ്പോൾ 20 മിനിറ്റ് കൊണ്ട് 35 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ 35 ചോദ്യങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം തന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ കണ്ടുപിടിക്കും. ബിക്കോസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. സമയം കിട്ടിയാൽ ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല. പക്ഷേ ആ 20 മിനിറ്റിനകത്തിൽ, അല്ലെ അതിനകത്ത് 20 മിനിറ്റിന് 35 ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും അതിനകത്തിൽ മാക്സിമം നമ്മൾ ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. സോ ഈ ഒരു ടൈമർ എപ്പോഴും ടൈം വെച്ച് വേണം ചെയ്യാനായിട്ട്. അല്ല പറയാം സാർ വാച്ചിൽ ടൈമർ വെക്കാമല്ലോ, ഇപ്പോഴത്തെ സ്മാർട്ട് വാച്ച് ഒക്കെയാണ്, അതിൽ ടൈം. അതൊന്നുമില്ല. ഈ ഒരു ടൈമർ എന്ന് പറഞ്ഞാൽ അതിനകത്തിൽ അതേ പറ്റൂ. അതിനകത്ത് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ വാച്ചിൽ നോക്കുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും നോക്കി അതിൻ്റെ പുറകെ പോകും. നമ്മുടെ മനസ്സപ്പോൾ വേറെ എന്തെങ്കിലും ഒന്ന് ഓർക്കും, അതിൻ്റെ പുറകെ നമ്മൾ വീണ്ടും എൻഗേജ്ഡ് ആവും. അത് പാടില്ല. അതുകൊണ്ട് ഈ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം അത് നിങ്ങളുടെ നോട്ടം എത്തുന്നിടത്ത് പോലും ഇരിക്കരുത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത്. അതിനുശേഷം എടുത്തോ. അതുപോലെ ഈ ലോങ് അവേഴ്സൊക്കെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ലോങ് അവേഴ്സൊക്കെ ഇരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും ചിലർക്ക്, പക്ഷെ നടക്കാറില്ല. ഒറ്റ സ്ട്രെച്ചിലിരുന്ന് ഒരിക്കലും പഠിക്കരുത്. ഒരു 40 മിനിറ്റ് നിങ്ങൾക്ക് ടൈമർ വെച്ചിരുന്ന് പഠിക്കാം. വീണ്ടും ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കാം, വെള്ളം കുടിക്കാനോ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാനോ പറഞ്ഞു. എന്നിട്ട് വീണ്ടും വരിക, വീണ്ടും ഒരു 40 മിനിറ്റ്. അങ്ങനെ ഫ്രീക്വൻസി കൂട്ടി നിങ്ങൾക്ക് പഠിക്കുക. അപ്പം ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ക്ലറിക്കൽ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം എത്ര ടൈം കുറച്ച് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും എടുക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഒരു ഐഡിയൽ സമയം ഒരു 40 സെക്കൻഡ്. ഒരു 40 സെക്കൻഡ് കൊണ്ട് ഒരു ചോദ്യം ചെയ്യണം. പറ്റുമെങ്കിൽ 36 കൊണ്ടുവരണം. ആദ്യം നിങ്ങൾ തന്നെ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് എത്ര സമയം എടുക്കുന്നു എന്നുള്ള കാര്യം. രണ്ടാമത്തേത് സ്പീഡും ആക്യുറസി. ഈ 2 സാധനങ്ങൾ എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. നിങ്ങൾ സ്പീഡ് കൂട്ടി ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങളൊരു വളരെ പെട്ടെന്ന്, ഇപ്പം ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് സമയം വളരെ കുറച്ച് എടുത്തിട്ട് സാർ ഞാൻ വളരെ കുറച്ച് സമയത്തിൽ ചെയ്യാൻ നോക്കി, എന്തായിരിക്കും റിസൾട്ട്? എന്തായിരിക്കും? ശരിയുടെ എണ്ണം കുറവും തെറ്റിൻ്റെ എണ്ണം കൂടുതലുമായിരിക്കും. സോ ആക്യുറസിയെ അത് ബാധിക്കും. എന്നാൽ തെറ്റ് വരരുത് എന്ന് പറഞ്ഞ് ആക്യുറസി കൂട്ടാൻ ഞാൻ ശ്രമിച്ചാൽ എൻ്റെ സ്പീഡ് കുറയും. എനിക്ക് അവിടെ 10 എണ്ണമേ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ സ്പീഡ് കൂട്ടിയപ്പോൾ ഞാൻ 50 എണ്ണം ചെയ്തു, പക്ഷെ അതിൽ കൂടുതലും തെറ്റായിരുന്നു. എന്നാൽ ഞാൻ ആക്യുറസി കൂട്ടി ഇനി തെറ്റ് വരരുതെന്നും പറഞ്ഞ് ഞാൻ ശ്രമിച്ചപ്പോൾ എന്താണ്? എനിക്ക് തെറ്റ് വന്നില്ല, പക്ഷേ എനിക്ക് 10 എണ്ണമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്പീഡ് കൂടിയാൽ ആക്യുറസി കുറയുന്നു, സ്പീഡ് കുറച്ചാലോ ആക്യുറസി കൂടുന്നു. അതായത് ആക്യുറസി കൂട്ടാൻ നോക്കുമ്പോൾ എൻ്റെ സ്പീഡ് കുറയുന്നു. ആ പ്രശ്നം മാറ്റണം. ഇത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആവണം. സ്പീഡും കൂടുതലാണ്, ആക്യുറസിയും കൂടുതലായിരിക്കണം. അതിനെന്ത് വേണം? ഈ 3 ആദ്യം പറഞ്ഞ 1, 2, 3 1, 2, 3 ടൈം, സ്പീഡ്, ആക്യുറസി, അല്ലേ? ഇത് തമ്മിലുള്ള ബാലൻസ് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു കുറച്ച് സമയത്തിനകത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റണം. അതൊരു 90 എബോവ് ആക്യുറസിയിലും ആയിരിക്കണം. ഇതെപ്പോഴും മനസ്സിൽ വെച്ചു. ഇതാണ് നിങ്ങളുടെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. എപ്പോഴും ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾ ഒബ്സസ്ഡ് ആയിരിക്കണം. ഫോക്കസ്ഡ് എന്നല്ല ഞാൻ പറയുന്നത്, ഒബ്സസ്ഡ് ആയിരിക്കണം. നിങ്ങളുടെ ഉറക്കം കെടുത്തണം ഈ സാധനം. എൻ്റെ ടൈമും സ്പീഡും എൻ്റെ ആക്യുറസിയും, അല്ലേ? ഞാൻ ഇത്ര സമയം എടുക്കുന്നു, അതിനകത്തിൽ ഞാൻ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നു, അല്ലേ? അത് എനിക്ക് ഇത്ര സ്പീഡും ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ. അതാണ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിൽ പോയാലും ഈ 3 കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ ഒബ്സസ്ഡ് ആയിരിക്കും. ഇനി ഈ 1, 2, 3 വരണമെങ്കിൽ 4മത്തെ സാധനം വേണം, പ്രാക്ടീസ്. എങ്കിലേ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും ഈ 4 കാര്യങ്ങൾ ചെയ്യും.
ആദ്യത്തെ 4 ദിവസം അല്ലെ ആദ്യത്തെ 2 ദിവസം, പിന്നെ അത് പോവും. അവിടാണ് 5ാമത്തെ സാധനം വരുന്നത്, ഫോക്കസ്. അതിൽ തന്നെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ബോറടിക്കും, ദേഷ്യം വരും, ഇറിറ്റേഷൻ തോന്നും, ഇതെല്ലാം കൂടി ഇട്ടിട്ട് പോയാലോ എന്ന് തോന്നും. സ്വാഭാവികമാണ്. ബിക്കോസ് നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുക. ഇറിറ്റേഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ദേഷ്യം വരും. ഇട്ടിട്ട് പോകരുത്. ഇട്ടിട്ട് പോകുന്നവൻ ഇട്ടിട്ട് പോകും, അത്രയും അല്ലേ. എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാവർക്കും പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചാർജ് ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. സാറേ ഞാൻ കാണിച്ചു തരാം, ഇന്ന് വൈകുന്നേരം ആട്ടോ, ആഹാ ഇപ്പൊ തന്നെ ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഇപ്പൊ തന്നെ ഞാൻ അങ്ങ് മലമറിക്കും. എത്ര ദിവസം മലമറിക്കും? 2 ദിവസം മലമറിക്കും. 3ാമത്തെ ദിവസം ഒരു കല്ല് പോലും മറിക്കത്തില്ല. അതാ കുഴപ്പം. എന്താണ്? ഫോക്കസ്ഡ് അല്ല. കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ഫോക്കസ് കിട്ടുന്നുള്ളൂ. പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? കുറ്റം പറയാൻ തുടങ്ങും. വലിയ പാടാണ്, അല്ലെ SB ഇതൊന്നും കിട്ടത്തില്ല, വലിയ പാടാണ്. നിങ്ങൾ അതിനെ പഴിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുഴപ്പം നിങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾ ആ സാധനത്തിൻ്റെ കുഴപ്പം, അല്ലേ, നമ്മൾ മുഖം എന്താണ് അങ്ങനെ കണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താണ്, മുഖം നന്നാമത്തതിന് കണ്ണാടിയെ കുറ്റം പറയുന്നത് പറയുന്നത്. അപ്പോൾ ഫോക്കസ്ഡ് ആയിരിക്കണം, കൺസിസ്റ്റൻസി വേണം, സ്ഥിരത ഉണ്ടായിരിക്കണം. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ ഇത് 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ 1 വർഷത്തേക്കോ അല്ലെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അൺടിൽ യു അച്ചീവ് യുവർ ഗോൾ, അല്ലേ. ഇപ്പം ഞാൻ പിള്ളേരോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം രാവിലെ ഇരുന്ന് 10 ചോദ്യം ചെയ്തിട്ട് വേണം പോകാൻ. അതിനോടുള്ള ആ ഒരു സ്മരണ, ജോലി കിട്ടിയതിനോടുള്ള ആ നമ്പേഴ്സിനോടും ആ പഠിച്ച വിഷയങ്ങളോടും ഒക്കെ ഉള്ള ഒരു നന്ദി സൂചകമായിട്ട് ജോലി കിട്ടുന്ന അന്ന് ജോയിൻ ചെയ്യാൻ പോകുമല്ലോ. അന്ന് പഠിച്ചില്ല, അന്ന് രാവിലെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പോകാവുന്ന ഞാൻ പറയും. അന്ന് വരെയും ചെയ്യണമെന്ന് ഞാൻ പറയും പിള്ളേരോട്. ജോലി കിട്ടി ജോയിൻ ചെയ്യാൻ പോകുന്ന അന്ന് വരെയും ചെയ്തിട്ട് പോകണമെന്നാണ് പറയുക. അതുപോലുള്ളൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം. ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇതിനകത്തിൽ ഇടയ്ക്കൊരു ബ്രേക്ക് 10 ദിവസം കഴിഞ്ഞ് നിർത്തി, അല്ലെ ആദ്യത്തെ പോലെ പിന്നെ ഇല്ല, പിന്നെ എന്നെ കാണിക്കാൻ ചിലരുണ്ട്, എന്നെ കാണിക്കാൻ വേണ്ടി എക്സാം എഴുതും, എന്നെ കാണിക്കാൻ വേണ്ടി ആ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യും, എന്നെ കാണിക്കുക. ഇത് ഞാൻ കണ്ടിട്ട് എന്ത് കാര്യം? നിങ്ങൾ സ്കൂളിലെ സാറിനെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിച്ചുകൊണ്ട് എന്ത് കാര്യം? എന്നെ പറ്റിക്കാൻ ആർക്കാ പറ്റാത്തത്? അതിലൊന്നും ഒരു കാര്യമില്ല. ഇത് നിങ്ങൾക്ക് വേണ്ട കാര്യമാണ്. ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അത് ആ ഒരു ഓർഡറിലാണ് ഞാൻ ഈ ആദ്യത്തെ 5-6 കാര്യം. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഓരോന്ന് എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞുതരാം. അതാണല്ലോ ഇന്നത്തെ വിഷയം. ഇന്നത്തെ വിഷയം അതാണല്ലോ. മാത്സ് ചെയ്ത് പഠിക്കുക, വേറെ ഒന്നുമില്ല. ചെയ്ത് പഠിക്കുക. എല്ലാവരും വിചാരിക്കും സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത്, സാറ് കുറേ ക്ലാസ് തരും, ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും കുറേ ഷോർട്ട് കട്ടൊക്കെ ആദ്യത്തെ 10 സംഖ്യകളുടെ തുക എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം, ക്യൂബ് റൂട്ട് എങ്ങനെ, ഇതൊക്കെ കാണുമ്പോൾ എന്നെ മജീഷ്യനായിട്ട് കാണുന്ന കുറേ പേരുണ്ട്. സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ സാർ ഏതാണ്ട് അങ്ങ് മല മറിച്ച് ഉരുട്ടി കയ്യിലോട്ട് തരും. ഒന്നും തരത്തില്ല. അതിനുള്ള കഴിവുള്ള ഒരു സാറ് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാവരും ആരുടെ അടുത്തോട്ട് പോയാൽ പോരായിരുന്നു. മക്കളെ, എൻ്റെ അടുത്ത് പഠിച്ച് ജോലി കിട്ടിയ പിള്ളേരെക്കാൾ കൂടുതലും കിട്ടാത്തവരാ ഉള്ളത്. അത് എൻ്റെ അടുത്തൊന്നല്ല, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണേലും. നിങ്ങൾ ലോകത്തിലെ പേര് കേട്ടിട്ടുള്ള ഏത് വലിയ കോച്ചിങ് സെന്ററിൽ ചെന്ന് ചോദിക്കുക എത്ര പേർക്ക് ജോലി കിട്ടി. അവർ പറയും ഞങ്ങളുടെ ഇവിടെ പഠിച്ച 1000 പേർക്ക് ജോലി കിട്ടി. എത്ര പേർക്ക് ജോലി കിട്ടിയില്ല? അതൊരു 10-25,000 പേർക്ക് ജോലി കിട്ടിയിട്ടില്ല. ഇതാ അവസ്ഥ. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടാത്തവരായിരിക്കും. പക്ഷെ കിട്ടാത്തവരുടെ ഫോട്ടോ വെച്ച് അവർ ഫ്ലെക്സ് അടിക്കത്തില്ല, കിട്ടിയവരുടെ വെച്ചേ അടിക്കുകയുള്ളൂ. നമ്മൾ കിട്ടിയവരുടെ അടിക്കത്തില്ല, കിട്ടാത്തവരുടെ അടിക്കത്തില്ല. എന്തിനാ വെറുതെ? കിട്ടിയത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല. കിട്ടാത്തത് എൻ്റെ കുഴപ്പമാണോ? അല്ല. ഇത് രണ്ടും ഒന്ന് എൻ്റെ ക്രെഡിറ്റും അല്ല, ഒന്ന് എൻ്റെ കുഴപ്പവും അല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിള്ളേർ പഠിച്ച് കഷ്ടപ്പെട്ട് ജോലി കിട്ടിയതിന് ഞാൻ എന്തിനാണ് അത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? വൈ ഷുഡ് ഐ? ഞാൻ എന്തിനാണ്? ഞാൻ അവിടെ ഒരു തരം അല്പത്തരമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഞാൻ കുറേ പഠിപ്പിച്ചു, കുറേ ക്ലാസ് എടുത്തു, കുറേ, പക്ഷേ പഠിച്ചത് അവനാണ്, വർക്ക് ചെയ്തത് അവനാണ്. സോ അത് അവൻ്റെ എഫേർട്ടിൻ്റെ ഫലമാണ്. അതിന് എവിടെയോ ഒരു റീസൺ ആണ് ഞാൻ. ഓക്കെ, ആ റീസൺ അത്രയ്ക്ക് വലുത് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ആദ്യത്തെ 6 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മാത്സിലേക്ക് വരാം. മാത്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ അതിലോട്ട് കയറിപ്പോയി. മാത്സ് എന്ന് പറയുമ്പോൾ പ്രാക്ടീസാണ്. ക്ലാസ്സിലൂടെ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാനില്ല. പിന്നെ കുറേ ഷോർട്ട് കട്ടുകൾ, കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇത്രയും നാൾ ഇങ്ങനെ ആയിരിക്കും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് പറയടാ അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഓക്കെ ഫൈൻ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് നമുക്ക് സ്പീഡും കാര്യങ്ങളും കുറച്ചൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ചില്ലറ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മുടെ കോമൺ സെൻസ് ആണ്. കുറേയൊക്കെ നമ്മൾ
കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ തെളിഞ്ഞു വരും. ഓ ഇതങ്ങനെ അല്ലേ, ഇതിങ്ങനെ, ഈ ചോദ്യം ഞാൻ ഇന്നാളെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തു, അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ മതി. ഇത് അങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ലോ, ഇത് തമ്മിലെടുത്ത് ചെയ്താൽ മതി. ഇത് അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ. ഇത് 100 വെച്ച് ആലോചിച്ചാൽ മതിയല്ലോ. അല്ലെ ഇതിന് എക്സ് എടുക്കണ്ടല്ലോ, ഇതിങ്ങനെ ചെയ്താൽ മതിയല്ലോ, അത് മതിയല്ലോ, ഇത് അങ്ങനെ മതിയല്ലോ എന്നൊക്കെയുള്ള തോന്നൽ വരണമെങ്കിൽ ഈ ചോദ്യങ്ങൾ ഒരു പല പ്രാവശ്യം നിങ്ങളുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ഒരു ക്വസ്റ്റ്യനും ചെയ്തു നോക്കുന്നില്ല, ഞാൻ പറഞ്ഞ കുറേ ക്ലാസ്സും മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുന്തോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ റിയാലിറ്റി പറയും കേട്ടോ, പച്ചയായിട്ട് പറയും. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ 90%, എൻ്റെ ഭാഗത്തു നിന്നുള്ളത് 10%. അത്രേ ഉള്ളൂ. എൻ്റെ 10 ഞാൻ ചെയ്യും, നിങ്ങളുടെ 90 നിങ്ങൾ ചെയ്യുമെന്നുള്ളത്. അല്ലാതെ എനിക്ക് ആർക്കും ജോലി മേടിച്ചു കൊടുക്കാനുള്ള കഴിവില്ല. ഞാൻ നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ എഫേർട്ട് എടുക്കുക. അതിന് വേണ്ട ഒരു ഗ്രൗണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ, ഒരു സ്ട്രക്ചർ ഞാൻ ഉണ്ടാക്കി തരും. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അത് ഫോളോ ചെയ്യുക, നിങ്ങളുടെ വഴി ബാക്കി നോക്കിക്കുക. റീസണിങ് എന്ന് പറഞ്ഞ സാധനം അതും ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ ഒരു കാര്യമുണ്ട്. റീസണിങ് ഇപ്പോൾ ഒരു പസിൽ, ഉദാഹരണത്തിന് 6 പേര് അല്ലെ 8 പേര് ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുന്നു, അവർ നടുക്കോട്ട് നോക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇപ്പം ബാബുവിൻ്റെ വലതുവശത്തുനിന്ന് 2ാമതാണ് സോമൻ്റെ ഇടതുവശത്തുനിന്ന് 3ാമതാണ് പൊന്നമ്മയുടെ ഇപ്പുറത്താണ് വത്സല ഇരിക്കുന്നത്, വത്സലയുടെ ചിറ്റപ്പൻ്റെ മോനാണ് 3ാമതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ ചോദ്യം ചോദിക്കും. ബാങ്ക് എക്സാം നിങ്ങൾ ചോദ്യങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം. ഇത് ഒരേ ചോദ്യം പോലെ വേറൊരു ചോദ്യം കാണത്തില്ല. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഒരു സാർ എത്ര ടൈപ്പ് എടുത്ത് വെച്ച് പഠിപ്പിക്കും? അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അയാൾ ചിലപ്പോൾ ഒരു 10 ചോദ്യം എടുത്ത് വെച്ച് ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ അനക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്ന ടീച്ചർമാരെ ഞാൻ റീസണിങ്ങിന് ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ 5 ചോദ്യമായിരിക്കും പഠിപ്പിക്കുന്നത്. 1 മണിക്കൂർ അങ്ങ് പോയി. അങ്ങനെ എത്ര നാൾ നമ്മൾ ക്ലാസ് കൊടുക്കും? എത്ര ക്ലാസ് കൊടുക്കാൻ പറ്റും? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അതിൻ്റെ ഒരു ബേസിക് സംഭവം മനസ്സിലാക്കുക, ബാക്കി കളത്തിലേക്ക് ഇറങ്ങുക. ഇത് കളത്തിലിറങ്ങി കളിക്കേണ്ട സാധനമാണ്. കുറച്ച് സംഭവം കുറേ നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അതിനകത്ത് ഒരിക്കലും നിങ്ങൾ വെള്ളം ചേർക്കരുത്, അതിനൊരിക്കലും ഒരു ലിമിറ്റ് വെക്കരുത്. പിള്ളേരെല്ലാം പറയും ഞാൻ ഒരു ദിവസം സാർ 3 മണിക്കൂർ പഠിച്ചു, എന്തോ വലിയ കാര്യം പോലെ. 3 മണിക്കൂർ പഠിച്ചുകൊണ്ട് ഒന്നും എന്തായെന്നാ? അല്ലെ ഞാൻ ഒരു ദിവസം 4 മണിക്കൂർ പഠിച്ചു, അല്ലെ ഞാൻ ഒരു ദിവസം 5 മണിക്കൂർ പഠിച്ചു. അതിന് നിങ്ങൾ കണക്ക് വെക്കാതിരിക്കുക, നിങ്ങളുടെ മാക്സിമം എന്നുള്ളതാണ്. ഒരിക്കലും തൃപ്തനാവാതിരിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് 6 മണിക്കൂർ പഠിച്ചോ മതി, ഇനി നാളെ ഞാൻ ഒന്നും ചെയ്യത്തില്ല, അങ്ങനല്ല. എഫേർട്ട് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി തുടർന്നുകൊണ്ടേ ഇരിക്കുക. പഠിച്ച് ക്ഷീണിച്ചോ, 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് വീണ്ടും പഠിക്കുക, അത്രേ ഉള്ളൂ. മാത്സ് പഠിച്ച് ക്ഷീണിച്ചോ, റീസണിങ് പഠിച്ച് മടുത്തോ, ഇംഗ്ലീഷ് പഠിക്കേ. അല്ലാതെ അവിടെ നിർത്തുക എന്നുള്ളതല്ല. ഇനിയും കുറച്ച് നേരം റെസ്റ്റ്, ആ പരിപാടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, കിട്ടുന്നവരെ ആ ഒരു ഇതിൽ പോവുക. ഒരു 10 ദിവസത്തെ ബുദ്ധിമുട്ടേ ഉണ്ടാകത്തുള്ളൂ, പിന്നെ ഇതങ്ങ് ശീലമാവുന്നേ. പിന്നെ നിങ്ങൾക്ക് അപ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത്രയും പോരാ, നിങ്ങൾക്ക് പിന്നെ ടെൻഷനാവും. 10 ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ 11ാമത്തെ ദിവസം നിങ്ങൾക്ക് ടെൻഷനാവും. അപ്പം നിങ്ങൾക്ക് നല്ലപോലെ വർക്ക് ചെയ്യുന്നവന് മനസ്സിലാവും ഇത്രയൊന്നും പോരാ, ഇനിയും വേണമെന്ന്. കാര്യമായിട്ടൊന്നും ചെയ്യാതിരിക്കുന്നവൻ വിചാരിക്കും ഞാൻ എന്താണ്ടൊക്കെ ചെയ്തെന്ന്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നവൻ അറിയാം അവൻ ചെയ്യുന്നു, അവൻ എപ്പോഴും ടെൻഷനായിരിക്കും. ഇത് പോരല്ലോ എന്നുള്ളത്. കാരണം അവന് കാര്യം മനസ്സിലായി, അവൻ ആ റിയാലിറ്റി മനസ്സിലായി, അവൻ ഗ്രൗണ്ടിൽ ഇറങ്ങി, അവന് ടെൻഷനായിരിക്കും. ആ ടെൻഷൻ ഉള്ളവന് ജോലി കിട്ടും. സിമ്പിൾ ലോജിക്ക്. അല്ലാത്തവൻ വിചാരിക്കും ഞാൻ ഏതാണ്ടൊക്കെ ചെയ്തു, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, മതി, സാറ്റിസ്ഫൈഡ്. 10 ചോദ്യം ചെയ്തു, അല്ലെ 10 മണിക്കൂർ പഠിച്ചു, സാറ്റിസ്ഫൈഡ്. നെവർ എവർ ഗെറ്റ് സാറ്റിസ്ഫൈഡ്. ജോലി കിട്ടാനുള്ള സിമ്പിൾ ലോജിക്കാണ് നെവർ എവർ ഗെറ്റ് സാറ്റിസ്ഫൈഡ്. ഒരിക്കലും ഞാൻ ചെയ്ത എന്തോ വലിയ സംഭവമാണെന്ന് തോന്നാതിരിക്കുക, ഒന്നുകൊണ്ടും തൃപ്തനാവാതിരിക്കുക, വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് പത്രം വായിക്കുക. നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പിൽ മെമ്പർ ആയിട്ടുള്ളവർക്ക് എല്ലാ ദിവസവും രാവിലെ ഹിന്ദു പത്രം ഞാൻ ഇട്ട് തരും. എനിക്കൊരു വർഷം 2000 രൂപ ചിലവാണ് അതിന്. 3000 രൂപ കണ്ട് ഒരു വർഷം ഞാൻ അതിൻ്റെ ഹിന്ദുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഞാൻ അത് നിങ്ങൾക്ക് ഇട്ട് തരുക എല്ലാ ദിവസവും ഗ്രൂപ്പിൽ. എന്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പത്രം വരുത്തുന്നുണ്ടായിരിക്കും, അല്ല നിങ്ങൾ ന്യൂസ് ചാനലിലൂടെ നാട്ടിലെ കാര്യങ്ങളെല്ലാം അറിയും. ഞാൻ എന്തിനാ ഈ പത്രം നിങ്ങൾക്ക് ഇട്ട് തരുന്നത്? ഭാഷ പഠിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുക? 1 സംസാരിച്ച് പഠിക്കുക, കേട്ട് പഠിക്കുക, 3 വായിച്ച് പഠിക്കുക. സോ ന്യൂസ് പേപ്പർ റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹിന്ദു പത്രം കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ വായിച്ചിരിക്കണം.
അത് വായിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഭാഷ പഠിക്കും. വെറുതെ ഒരു പാരഗ്രാഫ് ചുമ്മാ ഹിന്ദു പത്രത്തിലെ ഏതെങ്കിലും ഒരു പേജ് എടുത്ത് ഒരു പാരഗ്രാഫ് വായിച്ച് നോക്കും, മിനിമം 3 വാക്കുകൾ നിങ്ങൾ പഠിക്കും. വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇംഗ്ലീഷിൽ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വൊക്കാബുലറി എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പത്രം വായിക്കണം. ഇനി അതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ മറ്റൊരു മെറ്റീരിയൽ നമ്മളിടും, എജു ടിപ്സ് ഡെയിലി ഡൈജസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം. അതിൽ മാത്സും റീസണിങ്ങും നിങ്ങൾ നോക്കണ്ട, സ്റ്റാറ്റിക് GKയും നിങ്ങൾ നോക്കണ്ട, SSCക്കാർക്കുള്ളതാണ് അത്. വേറെ 2 സാധനങ്ങൾ നിങ്ങൾ നോക്കിക്കോണം, കറണ്ട് അഫേഴ്സും ഇംഗ്ലീഷും. അതിലെ മാത്സും റീസണിങ്ങും GKയും എന്ന് പറയുന്നത് SSC ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അത് നിങ്ങൾ തിരിഞ്ഞ് നോക്കണ്ട, SSC എക്സാം നോക്കുന്നവർ മാത്രം അത് നോക്കിയാൽ മതി. കാരണം അത് നമ്മളെല്ലാവർക്കും കൂടെ കൊടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതിൽ ബാക്കി 2 എണ്ണം, ആദ്യത്തെ 2 പേജ് എന്തൊക്കെയാ, ഡെയിലി ന്യൂസ് ഹെഡ്ലൈൻസും അതുപോലെ ഇംഗ്ലീഷ് വൊക്കാബുലറി. ഡെയിലി ന്യൂസ് ഹെഡ്ലൈൻസ് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി പഠിക്കുക. അത് നിങ്ങളുടെ ഡെയിലി പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ആണ് ഒരു ദിവസം നടന്ന. എല്ലാ ദിവസവും നമ്മളത് കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്. ഫ്രീ ആണ്, അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ. നമ്മുടെ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു 7 മണി 8 മണിക്ക് മുമ്പ് അത് കിട്ടും. അതുപോലെ ഇംഗ്ലീഷ് വൊക്കാബുലറി 10 പുതിയ വാക്കുകൾ എല്ലാ ദിവസവും പഠിക്കും. അതിൻ്റെ മീനിങ്, ആൻറ്റോണിം, സിനോണിം എല്ലാം പഠിക്കും. അപ്പോൾ അതുകൂടാതെ നിങ്ങൾ പിന്നെ ഹിന്ദു പത്രവും കൂടെ വായിക്കുക. അപ്പോൾ ഒരേ സമയം ഇംഗ്ലീഷ് നിങ്ങളുടേത് ഇമ്പ്രൂവ് ആവും, നിങ്ങളുടെ കറണ്ട് അഫേഴ്സ് സെക്ഷനും ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുക? പിന്നെ ജനറൽ അവയർനെസ് ഞാൻ പറഞ്ഞു, നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് എല്ലാം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവർക്ക് എല്ലാ ദിവസവും രാത്രി 10 മണിയാകുമ്പോൾ, ഇപ്പോൾ ഇന്ന് 10 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ക്വിസ് എന്ന് പറഞ്ഞ് 10 മാർക്കിൻ്റെ ഒരു എക്സാം വരും. എത്ര പേര് അത് എഴുതുന്നുണ്ട്? വളരെ കുറച്ച് പേരെ പരീക്ഷ എഴുതുന്നുള്ളൂ. എല്ലാ ദിവസവും രാത്രി ഇന്നലത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ ബേസ്ഡ് ആയിട്ടൊരു ഒരു കറണ്ട് അഫേഴ്സ് ക്വിസ് നമ്മൾ നടത്തുന്നുണ്ട് എല്ലാ ദിവസവും രാത്രി 10 മണിക്ക്. ഡെയിലി കറണ്ട് അഫേഴ്സ് എക്സാം. അതേപോലെ വീക്ക്ലി കറണ്ട് അഫേഴ്സ് എക്സാം നടത്തുന്നുണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ. അതേപോലെ മന്ത്ലി കറണ്ട് അഫേഴ്സ് PDF നമ്മളുടെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കാണാമെന്ന് വിചാരിക്കുന്നു. അതിൽ കറണ്ട് അഫേഴ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഈ കറണ്ട് അഫേഴ്സ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് അതിനർത്ഥം. ഓഗസ്റ്റിൽ പബ്ലിഷ് ചെയ്യുന്ന നമ്മുടെ മെറ്റീരിയൽ അത് കഴിഞ്ഞ മാസത്തെ ജൂലൈയിൽ കറണ്ട് അഫേഴ്സ് ആണ്. ജൂലൈ മാസത്തെ കറണ്ട് അഫേഴ്സ് ആണ് ഈ ഓഗസ്റ്റ്. അതുപോലെ ഇവിടെ നോക്കിക്ക് ഒരു 8 മാസത്തോളമുള്ള കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് PDF മെറ്റീരിയൽ ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ മാസത്തെയും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ്സ് ആണ് ഇതിനകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കോ, ഇതിനകത്തിൽ ഉണ്ടോ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് നാഷണൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു മാസത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ചൊരു ക്യാപ്സ്യൂൾ പോലെ നിങ്ങൾക്ക് കിട്ടുന്ന, നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ മെറ്റീരിയലാണിത്. മന്ത്ലി ഇത് ഓരോ മാസം ഇതൊരു 6 മാസത്തെ കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഇപ്പോൾ 1 2 3 4 5 ഒരു 6 മാസത്തെ PDF ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, പല പ്രാവശ്യം ഇരുന്നൊന്ന് വായിക്കുക, എന്നിട്ട് പരീക്ഷയ്ക്ക് പോവുക. നല്ലൊരു സ്കോർ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ജനറൽ അവയർനെസ് സെക്ഷൻ പ്രിപ്പയർ ചെയ്യുക. സ്വന്തമായിട്ട് നോട്ട് എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. സ്വന്തമായിട്ട് നോട്ട് ഇതുപോലെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ച് ഓരോ ദിവസത്തെയും എഴുതി വെച്ച് പഠിക്കുന്നത് അവസാനം എന്നിട്ട് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോയാലും മതി. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിലിംസ് ആദ്യം മെയിൻസ് പിന്നെ ഒരിക്കലും ചിന്തിക്കല്ല്. പ്രിലിംസിനോടൊപ്പം തന്നെ മെയിൻസും പഠിച്ചു. കാരണം പ്രിലിംസ് കഴിഞ്ഞ് ഒരു മാസം കിട്ടിയാൽ ഭാഗ്യം, മെയിൻസിന് അത്രയും തന്നെ കിട്ടത്തില്ല. 10-20 ദിവസം കഴിയുമ്പോൾ മെയിൻസ് എക്സാം വരും. ഷടപടയെന്നായിരിക്കും ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ, വെടിയും പുകയും പോലെ ആയിരിക്കും. അല്ലാതെ പ്രിലിംസ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞല്ല മെയിൻസ് വരാൻ പോകുന്നത്. പ്രിലിംസ് കഴിഞ്ഞ് ഒരു മാസം സമയം കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം മെയിൻസ് എക്സാമിന്. അപ്പോൾ പ്രിലിംസിനോടൊപ്പം തന്നെ മെയിൻസിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യണം. ഇന്ന് മുതൽ തന്നെ നിങ്ങൾ കറണ്ട് അഫേഴ്സ് പഠിച്ചു തുടങ്ങണം. ബാങ്ക് എക്സാം നിങ്ങളുടെ പ്രൈം ഫോക്കസ് ആണെങ്കിൽ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കറണ്ട് അഫേഴ്സ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോണം. അപ്പം കറണ്ട് അഫേഴ്സും മെയിൻസ് ലെവൽ ചോദ്യങ്ങളും അല്ല ഇപ്പോഴേ ചെയ്ത് പഠിച്ചോണം. അല്ലാതെ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസ് പഠിക്കാമെന്ന് തീരുമാനിച്ചാൽ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും അത് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോണം പ്രിപ്പയർ പോകുന്നതിന് മുമ്പ്. ബാങ്ക് എക്സാമിന് അതിൻ്റെ റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പിള്ളേരെ സൂചിപ്പിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട്
ഇത് ഭയങ്കര സംഭവം, ഇത് ഈസിയാടാ മക്കളെ, നിങ്ങൾക്ക് കിട്ടും, ഇത് ഇത്ര ഉള്ളടാ, അങ്ങനാ ഇങ്ങനാ സിമ്പിളാ എന്ന് പറയില്ലല്ലോ. റിയാലിറ്റി പറയണമല്ലോ. നിങ്ങളെ വെറുതെ ആവശ്യമില്ലാതെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. ഞാൻ റിയാലിറ്റിയാണ് പറയുന്നത്. എന്നാൽ ജീവിതത്തിലെ കുറച്ച് നാൾ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒന്ന് വർക്ക് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. കുറച്ച് നാളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി. അത് കഷ്ടപ്പാടെന്ന് പറയരുതല്ലോ. എങ്ങനെയാണ് അത് കഷ്ടപ്പാടാവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 60 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ 6 മാസം നിങ്ങൾ ചെയ്യുന്നത് കഷ്ടപ്പാടാണോ? അല്ലല്ലോ. 60 വയസ്സ് വരെ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. ഏത് പ്രളയം വന്നാലും, ഏത് നിപ്പ വന്നാലും, ഏത് കൊറോണ വന്നാലും, ഏത് വെള്ളപ്പൊക്കം വന്നാലും നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് വരത്തില്ലേ? ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ ഫ്രീഡം, അതൊക്കെ നിങ്ങൾക്ക് 60 വയസ്സ് വരെ നിങ്ങൾ സെക്യൂർഡായി. നിങ്ങളുടെ 1-2 കുടുംബം രക്ഷപ്പെടാൻ പോവാ അല്ലേ? നിങ്ങളും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരും ഭാവിയിൽ നിങ്ങളുടെ സ്പൗസ് അല്ലേ, ഇതെല്ലാം രക്ഷപ്പെടാൻ പോവാ. അതിനു വേണ്ടി നിങ്ങൾ ഒരു 6 മാസം കഷ്ടപ്പെട്ടാൽ മതി. അപ്പോൾ അതിനെ കഷ്ടപ്പാടെന്ന് പറയാൻ പറ്റൂ? ഇല്ല. അപ്പോൾ ഫോക്കസ്, ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഒരു 6 മാസം നിങ്ങളുടെ ഒരു 100% നിങ്ങൾ കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഇതാണ് റിയാലിറ്റി. മനസ്സിലാക്കുക കേട്ടോ. നമ്മുടെ കോഴ്സിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് 2 കോഴ്സസാണ് ഉള്ളത് പ്രധാനമായിട്ട്. ഒന്ന് ബാങ്ക് എക്സാം ചേസർ എന്ന് പറഞ്ഞൊരു ലോങ് ടൈം കോഴ്സ് ഉണ്ട്. ഒരിക്കൽ പേയ്മെൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല. അതൊരു ലോങ് ടൈം കോഴ്സാണ്. സിംഗിൾ പേയ്മെൻറ്റ് ചെയ്യുക. ഈ വരുന്ന എല്ലാ ക്രാഷ് കോഴ്സസും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും അല്ലേ? ബാങ്ക് എക്സാംസിൻ്റെ ഇപ്പോൾ IBPS ക്ലർക്ക്, SBI ക്ലർക്ക്, IBPS PO, SBI PO, ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ കേരള ഗ്രാമീൺ ബാങ്ക് RRB ക്ലർക്ക്, RRB PO, ഇത് മറ്റേ മറിച്ച് കുന്തം കുറച്ചൊക്കെ എന്ത് ഇത് വന്നാലും അതിൻ്റെ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് അതിനകത്തിൽ കിട്ടും. അതാണ് നമ്മുടെ ലോങ് ടൈം കോഴ്സായ ബാങ്ക് എക്സാം ചേസ്. പിന്നെ ഓരോ എക്സാമിനും നമ്മുടെ ക്രാഷ് കോഴ്സസ് ഉണ്ട്. ഇപ്പം SBI ക്ലർക്കിന് വേണ്ടി നമ്മുടെ ക്രാഷ് കോഴ്സ് ഉണ്ട്, IBPS ക്ലർക്കിന് വേണ്ടി ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് കോഴ്സസ് ആണ്. നിങ്ങൾക്ക് അത് 1 വർഷത്തെ വാലിഡിറ്റി ഉള്ളൂ. ആ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനകത്തിൽ ആക്സസ് ഉണ്ടായിരിക്കത്തില്ല. ഒരു 1 ഇയർ വാലിഡിറ്റി, അത് ആ എക്സാം വരെയുള്ള ആ എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതാണ് നമ്മളുടെ ഈ ഒരു ഷോർട്ട് ടൈം കോഴ്സസ് ആണത്. അപ്പോൾ ബാങ്ക് എക്സാം ചേസ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം കോഴ്സും ക്രാഷ് കോഴ്സസ്. ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എക്സാം വരുന്നു, RRB ക്ലർക്ക്, അതായത് റീജിയണൽ റൂറൽ ബാങ്ക്, നമ്മുടെ കേരള ഗ്രാമീൺ ബാങ്ക്, അതിൻ്റെ ക്ലർക്ക്, അതിൻ്റെ PO, അടുത്ത മാസം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വീണ്ടും അതിൻ്റെ ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങും. അങ്ങനെ ഓരോ എക്സാമിനും വേണ്ടി നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ തുടങ്ങും. അതിന് നമ്മളിപ്പോൾ നമ്മൾ IBPS ക്ലർക്ക് ആണെങ്കിലും RRB ക്ലർക്ക് SBI ക്ലർക്ക് ആണെങ്കിലും അതിന് നമ്മൾ 3000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. രണ്ടിനും ഒരേപോലെ ആയിരിക്കും ക്ലാസ്സസ് വരിക. ചെറിയ മെയിൻസ് എക്സാം സിലബസ് വരുമ്പോൾ മാത്രം ചെറിയ ചില വ്യത്യാസങ്ങൾ മാത്രമേ വരുള്ളൂ. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. നിങ്ങൾക്ക് ഏത് കോഴ്സ് വേണം, നിങ്ങൾ ക്രാഷ് കോഴ്സ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതിയാവും. ചേസർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ക്ലാസ്സസും ഇതിൻ്റെ എല്ലാ ആക്സസ് നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് കിട്ടും. അതിനൊരു ഡ്യൂറേഷൻ ഇല്ല. നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ പഠിക്കാം. കഴിഞ്ഞ വർഷം നമുക്ക് ജോലി കിട്ടിയ ഒരു പയ്യനുണ്ട്. അയാളുടെ സിസ്റ്റർ അയാളുടെ കോഴ്സ് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേറൊരാളുടെ കോഴ്സ് വേണേലും, നിങ്ങൾ വാങ്ങിച്ച കോഴ്സ് വേണേലും നിങ്ങൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാതെ ലോങ് ടൈം കോഴ്സിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ആ കോഴ്സ് തന്നെ നിങ്ങൾക്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും പറ്റും. അതായത് ലൈഫ് ടൈമിലേക്ക് എനിക്ക് ഒരാൾ കാശ് തന്നാൽ മതി. ആരെങ്കിലും ഒരാൾ പിന്നെ അയാൾക്ക് അത് വേറൊരാൾക്ക് ഉപയോഗിക്കുന്നോ ഇല്ലയോ ഞാനത് നോക്കാൻ പോകാറില്ല. അതൊക്കെ എനിക്ക് തോന്നുന്നു ലോകത്ത് വേറെ കാര്യം അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് തോന്നുന്നു. അത് പോട്ടെ, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴ്സസ്. ഇനി ഇതിനകത്തിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ ഈ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം ഞാൻ പറയാം. ക്രാഷ് കോഴ്സസിൽ ലൈവ് ക്ലാസ്സിനകത്ത് വന്നിട്ട് ഞാൻ ഹരിശ്രീ പോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കത്തില്ല. അത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് തരും. ബേസിക്സ് എല്ലാം റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് തരും. ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറയും. അല്ലാതെ ലൈവ് ക്ലാസ് മുതൽ ഞാനിപ്പോൾ പെർസെൻറ്റേജിൻ്റെ ബാലപാഠം മുതൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആകപ്പാട് അടുത്ത മാസം പരീക്ഷയാണ്. എനിക്ക് എത്ര സമയം കിട്ടും ഇതിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ? പിള്ളേർ ഹാപ്പി ആയിരിക്കും, പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ അതേ സ്ക്രീനിൽ പരീക്ഷയ്ക്ക് റിയൽ ടൈം എക്സാം ഉണ്ടല്ലോ, IBPS എക്സാം എങ്ങനെയാണോ അതേ സ്ക്രീൻ തന്നെ നിങ്ങൾക്ക് നമ്മുടെ അതേ ഇൻ്റർഫേസിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഉണ്ടെങ്കിൽ. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, 1 ഇയർ കോഴ്സ് വാലിഡിറ്റി. ഇതാണ് നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ലോങ് ടൈം കോഴ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ലൈഫ് ടൈം ആക്സസും കൂടെ നിങ്ങൾക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. യെസ്, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എക്സാമുമായി ബന്ധപ്പെട്ടോ
കോഴ്സുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനി ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. കോഴ്സ് ഫീ മോനെ 2,999 2,999 ഫോർ 1 year കോഴ്സ് വാലിഡിറ്റി. വേറെ ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലാസ്സിന് ശേഷം എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കും, ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവിടെ തന്നെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ആപ്പും മൊബൈൽ ആപ്പും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. യെസ്, ലൈഫ് ടൈം കോഴ്സ് ഫീ 9,999 10,000 രൂപ, 10,000. റിയൽ ടൈം എക്സാമ്പിൾ അവൈലബിൾ അറ്റ് ഓൾ ടൈം. യെസ് എഴുതാമല്ലോ. വാട്സാപ്പ് ചാനൽ ലിങ്ക് എനിക്ക് ക്ലാസ്സിന് ശേഷം ഗ്രൂപ്പിൽ നിന്നാണോ മോള് ജോയിൻ ചെയ്തത്? എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടോ? എൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യൂ, ഞാൻ അയച്ചു തരാം കേട്ടോ. ജോയിനിങ് ലിങ്ക് അയച്ചു തരാം. വാട്സാപ്പ് ചാനൽ ലിങ്ക് ഓക്കെ, അത് തരാം ഞാൻ. വാട്സാപ്പ് ചാനൽ ലിങ്ക് ഞാൻ തരാം. വേറെ എനി ക്വസ്റ്റ്യൻസ്? ഓക്കെ, അപ്പോൾ ഹൗ മെനി ടൈം നമ്മൾ റീ അറ്റംപ്റ്റ് ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. സോ റീടേക്കിംഗ് ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണേലും എക്സാം എഴുതാം. ഒരു എക്സാം തന്നെ ഒരുപാട് പ്രാവശ്യം എഴുതുന്നതിൽ ഫ്രീക്വൻറ്റ് ടൈംസ്, ഇപ്പോൾ ഇന്ന് എഴുതി വീണ്ടും കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും എഴുതുകയാണെങ്കിൽ ഓക്കെ. അല്ല, റീടേക്കിംഗ് നമ്മൾ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എക്സാംസ് എഴുതി പഠിക്കാൻ പറ്റും. പിന്നെ ധാരാളം ഷോർട്ട് എക്സാംസ് നമ്മൾ ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ എക്സാംസ് 10 മാർക്കിൻ്റെ, ഞാൻ കൂടുതലും അതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 10 മാർക്കേ ഉള്ളൂ. അപ്പോൾ മാത്സിൻ്റെ 10 ചോദ്യങ്ങൾ, ഒരു 6 മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് സമയം, ആ സമയം കൊണ്ട് നിങ്ങളത് എഴുതുന്നു. അപ്പോൾ ആ 10 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വലിയ ബേർഡൻ. നിങ്ങൾക്ക് അപ്പം തന്നെ അത് റിവ്യൂ ചെയ്ത് 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റിയത് ഏതാ ശരി ഏതാ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാം. വീണ്ടും അടുത്തൊരു എക്സാം എഴുതാം, വീണ്ടും എഴുതാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ എക്സാംസ് ഞാൻ കുത്തി നിറച്ചിട്ടുണ്ട് അതിനകത്ത്. ഇഷ്ടം പോലെ എക്സാംസ് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ചെറിയ ചെറിയ എക്സാം ആയതുകൊണ്ട് പിള്ളേർക്കും ഇഷ്ടമോ ഇരുന്ന് ഇപ്പോൾ പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് അവർക്ക് ചെയ്ത് പോകാനും പറ്റും. ഒരുപാട് സമയം പോകുന്നതായിട്ട് അവർക്ക് തോന്നത്തുമില്ല. യെസ്, വേറെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലോ ഒക്കെ ലിങ്ക് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. iOS യൂസേഴ്സ് മാത്രം നിങ്ങൾക്ക് അവിടെ ആപ്പിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് അയച്ചു തരാം. അതിൽ നിന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം വേറെ ഒന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചോളൂ. ക്ലാസ്സിന് ശേഷമാണെങ്കിലും എനിക്ക് നിങ്ങൾക്ക് വാട്സാപ്പിലോ ഇൻസ്റ്റയിലോ ഒക്കെ ചോദിച്ചാലും ഞാൻ കാണുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് ദാറ്റ് ഈസ് ഓൾവേസ് സെക്കൻഡറി. അത് പിന്നത്തെ കാര്യം. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ജോയിൻ ചെയ്യുക, ഇല്ലെങ്കിൽ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എക്സാമിന് വേണ്ടിയിട്ട് കേട്ടോ. അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു വലിയ ബാലികേറ മലയൊന്നുമല്ല. നിങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിക്കോട്ടെ. അപ്പം നമുക്ക് ഇനിയും വീണ്ടും ഇതുപോലെ ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. സോ എന്തായാലും ഇത്രയും സമയം എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്.